ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. മോർണിംഗ് വൈബ്സ് ഇന്നലെ നമ്മൾ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലായിരുന്നു. പക്ഷെ ഇന്ന് കുറച്ചുകൂടി സജീവമായിട്ടുള്ള ഒരു കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ്. എന്തുകൊണ്ടാണ് ഇവിടെ എത്താനുള്ള കാരണം? ഒരു കാരണമുണ്ട്. ഇപ്പോൾ ഇവരൊക്കെ ഈ LDF സ്ഥാനാർത്ഥി KJ ഷൈൻ ടീച്ചറുടെ പ്രചാരണത്തിന് ടീച്ചർ രാവിലെ തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട്. വോട്ടർമാരൊക്കെ കണ്ട് അവിടെ വോട്ടഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ്. രാവിലെ സ്റ്റേഡിയത്തിൽ നടക്കാനെത്തിയ ആളുകൾക്ക് മുന്നിൽ വോട്ടഭ്യർത്ഥനയുമായി എത്തിയതാണ് LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള KJ ഷൈൻ ടീച്ചർ. വളരെ പ്രതീക്ഷയിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് KJ ഷൈൻ ടീച്ചർ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന്. അപ്പോൾ ഈ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ പ്രതീക്ഷകൾ ഒക്കെ ആയിട്ടാണ് KJ ഷൈൻ ടീച്ചർ രാവിലെ നമ്മോടൊപ്പം മോർണിംഗ് വൈബ്സിൽ പങ്കുചേരും. നമുക്ക് ഒപ്പം തന്നെ ഇവരോടൊപ്പം ചേർന്ന ഈ സ്ത്രീ വോട്ടർമാർ, ഇവരൊക്കെ LDFന്റെ സജീവ പ്രചാരകരായെന്ന് തോന്നുന്നല്ലോ. രാവിലെ വന്ന എനർജിയിൽ ആണോ? രാവിലെ വന്ന എനർജിയിലാണല്ലോ. എങ്ങനെയുണ്ട് ഈ ടീച്ചറൊക്കെ ആയിട്ട് ഇങ്ങനെ വോട്ടൊക്കെ ചോദിച്ച് വോട്ടർമാർക്കിടയിലൊക്കെ പോകുമ്പോൾ എന്താ റെസ്പോൺസ്? നല്ല പ്രതീക്ഷയാണ്. നല്ല പ്രതീക്ഷയാണ്. എന്താ പറയുന്നത് വോട്ടർമാരൊക്കെ? സ്ത്രീകളുടെ മുന്നേറ്റത്തിനായിട്ട് സ്ഥാനാർത്ഥി മുന്നോട്ട് വരണം. ഒരു സ്ത്രീ കാൻഡിഡേറ്റ് വേണമെന്നുള്ളത് എറണാകുളത്തുകാരുടെ ഒരു ആഗ്രഹമാണോ? അതെ. ആണ്. എന്തുകൊണ്ടാണ്? അതെ, ഒരു സ്ത്രീ വരുമ്പോഴാണ് ആണുങ്ങൾ മോശക്കാരാണോ? ഒരിക്കലും ഞങ്ങൾക്ക് അഭിപ്രായമില്ല. പക്ഷെ ഒരു സ്ത്രീ സ്ഥാനാർത്ഥിയെ നമുക്കിപ്പോ കിട്ടിയപ്പോ ഞങ്ങൾ സ്ത്രീകൾക്ക് ഒരു വളരെയധികം സന്തോഷമാണ്. അതിൽ പ്രവർത്തിക്കാനുള്ള ഒരു എനർജി ഞങ്ങൾക്ക് കൂടുതലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ അതുകൊണ്ടാണ് രാവിലെ ടീച്ചർ നടക്കാറങ്ങാന്ന് പറയുമ്പോൾ നിങ്ങളും രാവിലെ റെഡിയായിട്ട് ടീച്ചറുടെ ഒപ്പം ഞങ്ങൾ എപ്പോഴും ഉണ്ട്. അതെ, ടീച്ചറുടെ ഇടപെടലും അങ്ങനെ തന്നെയാണ് ആളുകളോട്. വളരെ നല്ലൊരു രീതിയിലുള്ള ഇടപെടലാണ്. നല്ലൊരാളാണ്. ടീച്ചറെ അറിയാം, എല്ലാവർക്കും അറിയാലേ. എറണാകുളം ഈ മണ്ഡലത്തിൽ എല്ലാവർക്കും വളരെ സുപരിചിതയാണ് ടീച്ചർ. അതെ അതെ, ഒരുവിധപ്പെട്ട ആളുകൾക്കൊക്കെ ടീച്ചറെ അറിയാം. എന്തോ ടീച്ചർ സർവീസ് സംഘടനയുടെ. അതെ അതെ. അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം സുപരിചിതയാണ്. നല്ല സംസ്ഥാനമാണ്. ടീച്ചർ അപ്പൊ ഇത്തവണ എറണാകുളം പിടിച്ചെടുക്കും LDFന് വേണ്ടിട്ട്. തീർച്ചയായും. ഓക്കെ. അപ്പൊ ഈ ഇപ്പൊ പ്രചാരണം തുടങ്ങിയിട്ട് ഒരുപാടായല്ലോ. ക്ഷീണിച്ച നിങ്ങളൊക്കെ എല്ലാ ദിവസവും എനിക്കൊന്ന് ഇത്രമാത്രം ഒരു ഷൈൻ ടീച്ചർക്കൊപ്പം ഒരു വലിയ പിന്തുണയുണ്ട്. ഒരുപാട് പേര് ഈ സ്ത്രീകൾ തന്നെ ഇങ്ങനെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. LDFന് വേണ്ടി വോട്ട് പിടിച്ച് അടങ്ങും എന്നുള്ളൊരു വാശിയില്ല അല്ലേ? വൻ വാശിയാണ്. ഞാൻ പറയട്ടെ, പക്ഷെ പ്രശ്നം ഈ എറണാകുളം ലോക്സഭാ മണ്ഡലം അത്രമാത്രം LDFന് അനുകൂലമായിട്ടുള്ള മണ്ഡലം അല്ലായിരുന്നല്ലോ. അല്ല, പക്ഷെ ഇപ്പൊ സ്ത്രീ ഒരു നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു നമ്മുടെ കാൻഡിഡേറ്റ് നമുക്ക് വേണ്ടി സംസാരിക്കാന്നുള്ള ആളെ വേണ്ടത്. അപ്പൊ നിലവിലൊക്കെ ഇവിടുന്ന് പോയവരൊക്കെ പാർലമെന്റിൽ പോയിട്ട് AC കൊണ്ടിരിക്കുകയാണെന്നാണോ? നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. പിടിച്ചു വരുത്താൻ ടീച്ചറിന് സാധിക്കും. വികസന പ്രവർത്തനങ്ങൾ വളരെ ഉയർച്ചയിൽ തന്നെ എത്തിക്കാൻ ടീച്ചറിനെ കൊണ്ട് സാധിക്കും. എറണാകുളത്തിന് വേണ്ടി, നമ്മുടെ മണ്ഡലത്തിന് വേണ്ടി സംസാരിക്കാൻ ഒരാള് വേണം എന്നുള്ളൊരു ആഗ്രഹത്തില് നമ്മളിപ്പോ നിൽക്കുന്നത്. അത് ടീച്ചറിലൂടെ നമുക്ക് സാധിക്കാനാവും എന്ന് കുറച്ച് പ്രതീക്ഷയുണ്ട്. നിങ്ങളൊക്കെ എങ്ങനെ ഇവിടെ എറണാകുളത്ത് തന്നെ ഉള്ളവരാണോ? തൊട്ടടുത്ത് തന്നെയാണ്? ഇവിടെ അടുത്തൊക്കെ തന്നെയാണ് ഞങ്ങള്. കല്ലൂർ ഭാഗത്തൊക്കെ തന്നെയാണ്. ഭാഗത്താണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ക്ലോക്ക് റൂം ഉണ്ട്. അവിടെ രാവിലെ ജിംനേഷ്യവും ബാഡ്മിന്റണും ഒക്കെ ആയിട്ട് അത്യാവശ്യം സജീവമാണ്. അവിടെ എത്തിയ ആളുകളുടെ വോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ അങ്ങോട്ട് കയറിയിരിക്കുന്നത്. അപ്പോ രാവിലെ തന്നെ അതെ, രാവിലെ തന്നെ ടീച്ചർ ചെറിയൊരു ബാഡ്മിന്റൺ കളിയിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ടീച്ചർ ഗംഭീര പ്ലെയർ എന്ന് തോന്നുന്നു. ടീച്ചർക്ക് രാഷ്ട്രീയം മാത്രമല്ലേ വഴങ്ങുക? എല്ലാ മേഖലയിലും പയറ്റണം അല്ലേ? ഏതോ നന്നായി കളിക്കുന്നു. എന്തായാലും ഈ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന് തൊട്ടിപ്പുറത്തുള്ള ഒരു ബാഡ്മിന്റൺ കോർട്ടാണ് രാവിലെ ആളുകൾ എത്തുന്ന. എങ്ങനെയുണ്ട് ടീച്ചറുടെ ബാഡ്മിന്റൺ? നല്ല ടച്ച് നിൽക്കുന്നുണ്ടല്ലോ. ടീച്ചർ നല്ല എനർജറ്റിക് ആണ്. ടീച്ചറ് ബാഡ്മിന്റൺ കോർട്ടിൽ എതിരാളിനെ വളർത്തിയടിക്കാൻ നോക്കാം. സാരല്ല, വർഷങ്ങളായിട്ട് കളിക്കണം. ആണല്ലേ? രാവിലെ തന്നെ രണ്ടാമതും സജീവമാക്കുകയാണ് ടീച്ചറ്. ആക്റ്റീവാണ്. പിന്നെ എവിടെയൊക്കെയാ മെയിൻ പരിപാടികൾ അറിയപ്പോ? എനിക്ക് അങ്ങനെ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. ഇന്നെന്തൊക്കെയാ പരിപാടി മെയിൻ ടീച്ചറുടെ? പത്രിക സമർപ്പണം. എത്ര മണിക്കാ പത്രിക സമർപ്പിക്കുന്നത്? 1 മണിക്ക് പത്രിക സമർപ്പിക്കുക അവിടെ തൃക്കാക്കര. ഓക്കെ, ഇന്ന് സമർപ്പിക്കല്ലേ?
അപ്പൊ എങ്ങനെ ഒരു റോഡ് ഷോ ആയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഒന്നും കറക്റ്റ് അറിയാം മനസ്സിലാക്കി. അതെ എന്താ പൈസ തോപ്പിച്ചോ? അത് ചോദിക്കേ ചേട്ടനോട് തന്നെ. ഫൈസലോട്ട് എങ്ങനെയുണ്ട് ടീച്ചറിന്റെ ഒരു? ടീച്ചർ നല്ല പെർഫോമൻസ് ആണ്. ഞാൻ പറഞ്ഞില്ലേ ഡൽഹിയിൽ പോയി ഇതുപോലെ കളിക്കണം. ബാഡ്മിന്റൺ ഒരു പെർഫോമൻസ് അവിടെ കാണിക്കണം. ഓക്കെ. ടീച്ചർ എന്നുള്ള രാവിലെ ബാഡ്മിന്റണിലൊക്കെ ഒന്ന് പയറ്റി ഇവിടെ സ്ഥിരമായിട്ട് കളിക്കുന്ന ഫൈസലേട്ടനാണ്. ക്ലിപ്പിംഗ് നമുക്ക് കിട്ടിയോ? ക്ലിപ്പിംഗ് ഒക്കെ യൂട്യൂബ് ലൈവ് ആയിക്കൊണ്ടിരിക്കുക. No. Of both of us, okay. Sure. My camera is not that good. If you win the election, buy me a phone. എങ്ങനെയുണ്ട് ബാഡ്മിന്റൺ കളിക്കാൻ ഇറങ്ങിയിട്ട്? നല്ലത്, നന്നായിട്ട് കളിക്കുമായിരുന്നു. കളിക്കിടയിൽ ഒന്ന് വീണു, ലിഗ്മെന്റ് ഒക്കെ പോയി. നേരത്തെ കളിക്കുമായിരുന്നു പതിവായിട്ട് ആണല്ലേ? വേറെന്തെങ്കിലും അത്ലറ്റിക് എന്തെങ്കിലും? ഞാൻ സ്കൂൾ ട്രെയിനിങ്ങിന്, ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് ചെന്ന സമയത്ത് ഷോർട്ട് പുട്ട് ഫസ്റ്റ് വാങ്ങും, ബോട്ടിൽ റേസ്, കുപ്പിയിൽ വെള്ളം നിറയ്ക്കല്, സ്പൂൺ റേസ്, പിന്നെ അങ്ങനെ കുറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ. ഒന്നിലും വലിയ ആളല്ല, എല്ലാത്തിലും മീഡിയം. അതെ. കലാരംഗത്തുണ്ടോ? കലാരംഗത്ത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഡാൻസ് ചെയ്യുമായിരുന്നു, സാധാരണ നമ്മുടെ നാടൻ ഡാൻസുകൾ മാത്രം. പിന്നെ പ്രസംഗം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട. അത് പിന്നെ സ്വാഭാവികമായിട്ടും. ഈ പാട്ടിൽ കൈവച്ചിട്ടുണ്ടോ? പാട്ടിലും കൈവച്ചിട്ടുണ്ട്. പാടാൻ അറിയില്ല, എന്റെ ശബ്ദം അത്ര സ്വീറ്റ് അല്ല. ഇപ്പോഴത്തെ കാലത്ത് ശബ്ദം ഒന്നും ഒരു പ്രശ്നമല്ല. അതെ. പക്ഷെ അത് ട്രെയിൻ ചെയ്തിരുന്നെങ്കിൽ നല്ലൊരു പാട്ടുകാരി ആകാമായിരുന്നു. അതിനുള്ള സമയം കിട്ടിയില്ല. അയ്യോ, അത് വളരെ കഷ്ടമായി. പോലെ കബ്ബൊന്നും വാങ്ങിയിട്ടില്ല, നല്ല നാടൻ തല്ലറിയാന്ന് പറഞ്ഞ പോലെ. അല്ല, ഈ പ്രത്യേകിച്ച് ഇപ്പൊ സ്ഥാനാർത്ഥികൾ പാട്ടുപാടി വോട്ട് ചോദിക്കുന്നുണ്ട് ഒരുപാട്. അപ്പൊ ടീച്ചർക്ക് ഒരു പാട്ടാകാവുന്നതാണ് അല്ലെ? ടീച്ചർക്ക് എല്ലാരും പറയുന്ന ഒരു പാട്ട് പാടാൻ. കെ ജെ ഷൈൻ ടീച്ചർ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി പാട്ട് പാടും. ടീച്ചർ നേരത്തെ പാടിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ നമ്മളെന്തിനാ വെറുതെ വിടുന്നത്? ഇത്രയും പിന്തുണ കണ്ടോ, വൻ പിന്തുണയിലാണ് ടീച്ചർ. ചെമ്പരത്തി പൂവേ ചൊല്ല് ദേവനെ നീ കണ്ടോ, അമ്പലത്തിൽ ഇന്നല്ലയോ സ്വർണ്ണരഥഘോഷം, ചെമ്പരത്തി പൂവേ ചൊല്ല്, ചെമ്പരത്തി പോലെ ചുവക്കട്ടെ. അപ്പൊ ഈ കേരളത്തില് പിന്നെ പാട്ട് പാടുന്ന സ്ഥാനാർത്ഥികൾ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. ടീച്ചർക്ക് വേണ്ടി ഞങ്ങളുടെ ഒരു പാട്ടുകാരത്തിയുണ്ട്. ആണോ? ആയിക്കോട്ടെ. ഓ, പേര് മിനി സാബു അല്ലേ? ഓക്കെ. ടീച്ചറെ, മിനി സാബു എന്ന് പറഞ്ഞ ആള് നന്നായി പാട്ട് പാടുന്നു, നാടൻ പാട്ട്. ടീച്ചർക്ക് വേണ്ടിട്ട് പ്രചരണത്തിന്റെ ഭാഗമല്ലേ? ഞാൻ പിടിച്ചോളാം, മൈക്ക് പിടിച്ചോളാം, പാടിക്കോ. നല്ലൊരു നാളെ ഞങ്ങൾക്കായി തന്നു പോയവരെ, നല്ലൊരു നാളെ ഞങ്ങൾക്കായി തന്നു പോയവരെ, ഈ നാടിനു വേണ്ടി എല്ലാം മറന്ന ധീരനായകരെ, നാടിനു വേണ്ടി എല്ലാം മറന്ന ധീരനായകരെ, ചോര കൊണ്ടിതിഹാസം രചിച്ച ധീരസഖാക്കളെ, മറക്കുകയില്ല ഒരു നാളും ഞങ്ങൾ രക്തസാക്ഷികളെ. ലാൽ സലാം, ലാൽ സലാം, ലാൽ സലാം, ലാൽ സലാം. അല്ല, ചേച്ചി ശരിക്കും പ്രൊഫഷണൽ സിംഗർ ആണോ? വാനമ്പാടി, കലൂരത്തെ വാനമ്പാടി. കലൂരിലെ വാനമ്പാടിയാണ്. വാനമ്പാടിയുടെ വീട് കറക്റ്റ് എവിടെയാണ്? കത്രിക്കടവ്. കത്തറിക്കടവ്. പേരൊന്നും റിപ്പീറ്റ് ചെയ്യാമോ? മിനി സാബു. ചേച്ചി മിനി ചേച്ചി സ്ഥിരമായിട്ട് സജീവമായിട്ട് പ്രവർത്തനത്തിലുണ്ടോ? കൂടെ ഉണ്ട്. ആണോ? വനിതാ ലീഡർഷിപ്പ്
ഫ്രണ്ട്ഷിപ്പാണ്. ആണല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് എന്തായാലും ഷൈൻ ടീച്ചർക്കൊപ്പം തന്നെ തുടരുകയാണ്. ഞാൻ പറഞ്ഞില്ല രാവിലെ ഇതുപോലെ അത്യാവശ്യം പാട്ടും വർത്തമാനവും ഒക്കെ ആയിട്ട് നമുക്ക് തുടരാം. എന്നാലും ഒരു കാര്യം മനസ്സിലായില്ല, ടീച്ചർ നല്ല പാട്ട് തന്നെ. ടീച്ചറിൽ നിന്ന് ഒരു പാട്ട് കൂടെ നമുക്ക് ചോദിക്കാം കുറച്ച് കഴിയിട്ട്. ടീച്ചർ ഒന്ന് പിന്നെ വോട്ടർമാരൊക്കെ കണ്ട് വോട്ട് ചോദിക്കണമല്ലോ, അതിന്റെ ഇടയിൽ നമുക്ക് പാട്ടൊക്കെ ചോദിക്കാം. എന്തായാലും അവിടെ ഇലക്ഷൻ പ്രചരണത്തിന്റെ തിരക്കിലാണ് ടീച്ചർ. എല്ലാവരും ഈ നിങ്ങള് മണ്ഡലത്തിൽ ഇപ്പൊ എത്ര ദിവസമായി ആക്റ്റീവായിട്ട് ഇറങ്ങിയിട്ട്? ഞങ്ങള് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ തന്നെ ഞങ്ങളുടെ പ്രവർത്തനം താഴെത്തട്ട് തുടങ്ങിയിട്ടുള്ളതാണ്. ടീച്ചർ തന്നെ ആവുമെന്ന് ഉറപ്പായിരുന്നു, അത് പ്രതീക്ഷ ഉണ്ടായിരുന്നു? അങ്ങനെയല്ല, എന്നാലും നമ്മൾ ആ പ്രസ്ഥാനം പറയുന്ന അനുസരിച്ചിട്ടുള്ള അല്ല, ഈ ടീച്ചർ ഇങ്ങനത്തെ ഒരു കാൻഡിഡേറ്റ് വരുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു? പിന്നെ ഞങ്ങൾക്കൊരു വനിതാ സ്ഥാനാർത്ഥി ജോയി കഴിഞ്ഞിട്ടുള്ള വനിതാ സ്ഥാനാർത്ഥിയാണ്, വനിതകളുടെ പ്രതിനിധിയാണ്. അതെ 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 അതെ. പാർലമെന്റിൽ വനിതകൾക്ക് വേണ്ടി ശബ്ദിക്കാനുള്ള ഒരായുധമാണ് ടീച്ചർ. അത് പ്രത്യേകിച്ച് ടീച്ചറെ പോലെ ഇത്ര ബോൾഡായിട്ട് സ്റ്റേൺ ആയിട്ട് നിൽക്കുന്ന ഒരാളല്ലേ? മുൻപന്തിയിലിരിക്കുന്ന പ്രസംഗത്തിലാണെങ്കിലും പാട്ടിലാണെങ്കിലും കലാരംഗത്താണെങ്കിലും എല്ലാത്തിലും മികവ് പുലർത്തുന്ന ഒരു ടീച്ചറെ തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ടീച്ചർ ഇങ്ങനെ പാട്ട് പാടുന്ന അറിയായിരുന്നോ? ഇല്ല, അതറിയില്ലായിരുന്നു. പക്ഷേ കണ്ടോ, ഞങ്ങള് പറഞ്ഞായിരുന്നു. ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ടാണ് ടീച്ചർ പാടിയത്. ഓക്കെ. അപ്പൊ എന്തായാലും ടീച്ചർ ഇവിടെ പ്രചരണ രംഗത്ത് ഇങ്ങനെ സജീവമായി നിൽക്കുന്നു. ഇതിനിടയിൽ നമുക്ക് ചില വാർത്തകളിലേക്ക് കൂടി ഒന്ന് പോകാം. നമുക്ക് ഇന്നലെ തൃശ്ശൂരിൽ ഒരു ടിറ്റിയുടെ മരണം, അത് നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു. ടിക്കറ്റ് എടുക്കാത്തതിനെ ചൊല്ലിയുള്ള ചോദ്യങ്ങൾ അത് ഒരു ടിറ്റിയുടെ മരണത്തിലേക്ക്, കൊലപാതകത്തിലേക്ക് നയിച്ച ഒരു കാര്യം. എന്തായാലും ട്രെയിനിൽ നിന്ന് അന്യസംസ്ഥാന തൊഴിലാളി തള്ളിയിട്ട് വന്ന ടിറ്റി ഈ വിനോദിന്റെ പോസ്റ്റ്മോർട്ടം അത് ഇന്ന് നടക്കും. ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് എറണാകുളം പാട്ന ട്രെയിനിൽ സംഭവം ഉണ്ടായത്. പ്രതി നിലവിലിപ്പോൾ പാലക്കാട് റെയിൽവേ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ കെ ജെ ഷൈൻ ടീച്ചറുടെ വിവരങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് ആജ്ഞ രവീന്ദ്രൻ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ആജ്ഞ, രാവിലെ അത്ര സുഖകരമുള്ള വാർത്തയല്ല അത്, എങ്കിൽ പോലും നമുക്ക് പങ്കുവയ്ക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. എപ്പോഴാണ് പോസ്റ്റ്മോർട്ടം? അതിന്റെ തുടർ നടപടികൾ എന്താണ്? ഈ പ്രതി എന്താണ് അത്രമാത്രം ഒരു പ്രകോപനത്തിനുള്ള കാരണം എന്നെന്തെങ്കിലും വ്യക്തമാക്കുന്നുണ്ടോ? എന്താണ് വിശദാംശങ്ങൾ? എന്തോ 7 മണിക്കാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. അതുപോലെ തൃശ്ശൂരിൽ പട്നയിലേക്ക് പോയ ഒരു സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ ബസ്സിലൊന്നും കമ്പാർട്ട്മെന്റിൽ വെച്ചിട്ടാണ് ടിക്കറ്റ് എടുക്കാതിരുന്നതിനെ തുടർന്ന് ശബ്ദത്തിൽ ചെറിയൊരു പ്രശ്നം, ഒരു സാങ്കേതിക പ്രശ്നം നേരിടുന്നതുകൊണ്ടാണ്. എന്തായാലും ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു ഇന്നലെ വൈകിട്ട് നമ്മളെ തേടിയെത്തിയത്. ഒരു ടിറ്റിയുടെ കൊലപാതകത്തിലേക്ക് ടിക്കറ്റ് എടുക്കാത്തത് ചോദ്യം ചെയ്തതിനാണ് അത്തരത്തിലൊരു ടിറ്റിയെ ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് കൊല്ലുന്ന ഒരു സാഹചര്യം. എന്തായാലും ടി വിനോദിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് നടക്കും. ഇന്ന് അല്പസമയത്തിനകം പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് കടക്കും. എന്തായാലും പ്രതി ഇപ്പോൾ പാലക്കാട് പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളിയാണ്. എന്താണ് അതിന്റെ ഒരു പ്രകോപനമെന്നെല്ലാം പോലീസ് ചോദിച്ചറിയുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് കടക്കുന്നത്. ഞാൻ ഒരിക്കൽ കൂടി ആജ്ഞയിലേക്ക് പോകുന്നു. ആജ്ഞ, ഇപ്പോൾ കേൾക്കാമെന്ന് കരുതുന്നു. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? കൊച്ചിയിൽ രണ്ട് കാര്യം. ഇന്ന് തെരഞ്ഞെടുപ്പ് ചൂടാണ്, മറ്റൊന്ന് ഇന്നിവിടെ ഫുട്ബോളിന്റെ ചൂടുമുണ്ട്. ഇന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മറ്റൊരു ഹോം മാച്ച് ഇവിടെ ഈ സ്റ്റേഡിയത്തിൽ നടക്കാൻ പോകുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഈ സ്റ്റേഡിയത്തിന്റെ റിംഗ് റോഡ് മൊത്തം ഇങ്ങനെ കെട്ടി സുരക്ഷിതമാക്കി വെച്ചിരിക്കുന്ന കാഴ്ചയൊക്കെയുണ്ട്. ഇതിനിടയിലാണ് രാവിലെ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ ജെ ഷൈൻ ഇപ്പോൾ വോട്ട് ചോദിച്ച് രാവിലെ തന്നെ വോട്ടർമാർക്കിടയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. രാവിലെ ഒരു മോർണിംഗ് വാക്ക് പ്ലസ് ഒരു പ്രചാരണം എന്നുള്ള മട്ടിൽ ഷൈൻ ടീച്ചർ രാവിലെ എത്തിയിട്ടുണ്ട് ഈ സ്റ്റേഡിയത്തിന്റെ റിംഗ് റോഡിലേക്ക്. ടീച്ചർക്കൊപ്പം നമ്മൾ മോർണിംഗ് വൈബ്സും തുടരുകയാണ്. വളരെ ഓടി ഓടി സ്ഥാനാർത്ഥി പ്രചാരണ രംഗത്ത് സജീവമായി നിൽക്കുന്നു. ഞാൻ ഒരിക്കൽ കൂടി ഞാൻ ആജ്ഞയിലേക്ക് പോവുകയാണ്. ആജ്ഞ, ഞാൻ ആദ്യം ചോദിച്ചത് അതായത് ടിറ്റിയുടെ കൊലപാതകത്തെ പറ്റിയുള്ള വാർത്തയെക്കുറിച്ച് അതിന്റെ വിവരങ്ങളാണ്. എന്താണ് ലഭ്യമായിട്ടുള്ള കാര്യങ്ങൾ? എറണാകുളം സ്വദേശി മഞ്ഞുമ്മൽ സ്വദേശിയായ DTK വിനോദാണ് ഇന്നലെ അതിദാരുണമായിട്ട് കൊല്ലപ്പെട്ടത്. ഇന്നലെ വൈകുന്നേരം 7 മണിയോടെയാണ് സംഭവം. ടിക്കറ്റ് എടുക്കാതെ കയറിയ ഈ ഒഡീഷ സ്വദേശിയായ രജനീഷിനെ ടിക്കറ്റ് എടുക്കാത്തതിനെ തുടർന്നുണ്ടായ തർക്കത്തെ തുടർന്നാണ് വിനോദിനെ രജനീഷ് ട്രെയിനിന്റെ വാതിൽ നിന്നിരുന്ന വിനോദിനെ പെട്ടെന്ന് തെള്ളിയിട്ടത്. ഇതേ തുടർന്ന് വാക്കുതർക്കമുണ്ടായി. ഇയാൾക്ക് നേരത്തെ തന്നെ മദ്യപിച്ച് ബഹളമുണ്ടാക്കിയിരുന്നതായും യാത്രക്കാർ പറയുന്നുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് വിനോദുമായി തർക്കത്തിൽ ഏർപ്പെടുന്നതും അതുപോലെ
ഈ വിനോദിനെ പുറത്തേക്ക് പെട്ടെന്ന് പ്രകോപനമുണ്ടായി പുറത്തേക്ക് പെട്ടെന്ന് തള്ളിയിടുകയും ചെയ്യുന്നത്. പിഴയടയ്ക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പെട്ടെന്ന് ഇതിനുണ്ടായ വിരോധമാണ് കൊലപാതകം നടത്താൻ പ്രേരണയായത്. കൊലപ്പെടുത്തണമെന്ന് ഉള്ള ഉദ്ദേശത്തോടെയും കരുതലോടെയാണ് തള്ളിയിട്ടതെന്നാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തൃശൂർ വെളപ്പായ ഭാഗത്ത് വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. ഒരു TT ട്രെയിനിൽ നിന്ന് വീണുവെന്നോ ഇത് RPFന് ഒരു മെസ്സേജ് കിട്ടി. ഇത് പാലക്കാട് സ്റ്റേഷനിലേക്ക് കൈമാറി. പാലക്കാട് വെച്ചിട്ടാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇന്ന് TT വിനോദിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുന്നുണ്ട്. തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് നടപടി പൂർത്തിയാക്കിയ ശേഷം വിനോദിന്റെ സ്വദേശമായ മഞ്ഞുമലിലേക്ക് മൃതദേഹം കൊണ്ടുപോകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ തർക്കമാണ്, അതായത് എറണാകുളം പട്ന എക്സ്പ്രസിലെ S11 കമ്പാർട്ട്മെന്റിൽ വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. ശരിക്കും അതിദാരുണം എന്ന് വേണം ഈ സംഭവത്തെ പറയാൻ. ഒഡീഷ സ്വദേശിയായ രജനീകാന്ത് എന്ന ആളാണ് പ്രതി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എൽദപ്പോൾ ആജ്ഞ വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. ദാരുണമായിട്ടുള്ള സംഭവം എന്ന് വിശേഷിപ്പിക്കണം. ഒരു TTക്ക് ഇത്തരത്തിലൊരു അപകടം അല്ലെങ്കിൽ ഒരു ദാരുണമായിട്ടുള്ള ദുരന്തം നേരിടുന്ന ഒരു സാഹചര്യം, ഈ ഒരു ട്രെയിനിലെ അക്രമങ്ങളൊക്കെ ഒരുപാട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇത്തരത്തിൽ TTമാരൊക്കെ ആക്രമിക്കപ്പെടുക, അതൊരു കൊലപാതകത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോവുക. എന്താണ് ഈ റെയിൽവേ പോലീസും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത്? ഈ ഒരു ടിക്കറ്റ് ചോദിക്കുക എന്നത് മാത്രമാണ് ഒരാളെ തള്ളിയിടാൻ ഭാഗത്തുള്ള പ്രകോപനത്തിലേക്ക് ആ രജനീഷ് എന്ന് പറയുന്ന അയാളെ എത്തിച്ചത്? ടിക്കറ്റ് ചോദിച്ചുള്ള പ്രകോപനം മാത്രമാണ് എന്തപ്പോൾ ഇതില് പോലീസ് അങ്ങനെ തന്നെയാണ് പറയുന്നത്. കാരണം വിനോദ് വാതിലിനടുത്ത് വെച്ച് ഈ S11 കമ്പാർട്ട്മെന്റ് വാതിലിനടുത്ത് വെച്ച് തർക്കമുണ്ടായി എന്ന് യാത്രക്കാർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അത് മാത്രമല്ല, ഇയാൾ നേരത്തെ മുതലേ ട്രെയിനിൽ TT പറഞ്ഞ് ഈ സംഭവം ഉണ്ടാവുന്നതിന് മുമ്പേ തന്നെ ഇയാള് ഒരു നാട്ടുകാരുടെ അറ്റൻഷൻ നേടിയെടുത്തിരുന്നു. ഇങ്ങനെ മദ്യപിച്ച് ബഹളം വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതോടെ ഇതിലൂടെ അങ്ങനെ ആളുകൾ ശ്രദ്ധിച്ചിരുന്നു. ഇയാള് കുറെ നേരമായി ബഹളം വെക്കുന്നു എന്നുള്ള ഒരു ഇവര് റെയിൽവേ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. ഇയാളെ പ്രത്യേകിച്ച് യാത്രക്കാർ തടഞ്ഞു വെക്കുകയായിരുന്നു ചെയ്തത്. യാത്രക്കാർ തടഞ്ഞു വെച്ച ശേഷം തുടർന്നാണ് പാലക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുന്ന സാഹചര്യം ഉണ്ടായത്. മുൻപ് ഉണ്ടായത് പക്ഷെ യാത്രക്കാർക്ക് നേരെയാണ്. യാത്രക്കാരാണെങ്കിലും ഇതുപോലെ TTമാർ വളഞ്ഞിട്ട് അല്ലെങ്കിൽ സ്ക്വാഡ് വരുമ്പോൾ വളഞ്ഞിട്ട് ആളുകളെ ടിക്കറ്റ് എടുക്കാത്തവരെ പിടിക്കുകയും അവരെ പിഴ ചുമത്തുകയും സംഭവം ഉണ്ടായിട്ടുണ്ട്. അതൊന്ന് ട്രെയിനിൽ നിന്ന് എടുത്ത് ചാടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത്തരത്തിൽ ആദ്യമായാണ് എന്ന് തോന്നുന്നു, പ്രത്യേകിച്ചും കേരളത്തിൽ ആദ്യമായാണ് എന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു അതിദാരുണമായ രീതിയിൽ TTയെ എന്തായാലും ഒരു സാമാന്യ ബോധമുള്ള ഒരു മനുഷ്യന് മനസ്സിലാകുന്നതാണ് ട്രെയിനാണ്, ട്രെയിനിൽ നിന്ന് കൈവിട്ട് പോയാൽ നേരെ മരണത്തിലേക്കാണ്. അതല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉള്ളപ്പോൾ തന്നെ ഒട്ടും കരുതലില്ലാതെ ഒരു മനുഷ്യനെ തള്ളി റെയിൽവേ ട്രാക്കിലേക്ക് ഇടുക, അയാൾ ട്രെയിൻ കയറി മരിക്കുക, അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അയാൾ TT മനുഷ്യനാണ്, അങ്ങനത്തെ ഒരു കൺസിഡറേഷനും ഇല്ലാതെ ഈ മദ്യപിച്ചിലേക്ക് കെട്ടാലെ ലഹരിക്ക് അടിമയായ ഒരാള് കാട്ടിക്കൂട്ടിയാൽ അയാളോട് തർക്കിക്കാൻ നിന്നതിന്റെ കോൺസിക്വൻസ് ആയിട്ട് ഇതിനെ കണക്കാക്കണമെങ്കിൽ ഇത്തരം സാഹചര്യങ്ങൾ അങ്ങേയറ്റം ഭയപ്പെടുത്തുന്നതാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. എൽദപ്പോൾ ശരി ആജ്ഞയാണ് വിവരങ്ങൾ നൽകി. എന്നാലും നമ്മൾ ആദ്യം സൂചിപ്പിച്ച പോലെ LDF സ്ഥാനാർത്ഥി എറണാകുളത്തെ ലോക്സഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി KJ ഷൈൻ ടീച്ചറാണ്. ഇവിടെ രാവിലെ ഷൈൻ ടീച്ചർക്കൊപ്പമാണ്. ടീച്ചർ രാവിലെ ഇവിടെ ജിമ്മുണ്ട്, ചെറിയൊരു ജിമ്മ്, അവിടെയുള്ള ആളുകൾക്ക് പ്രചാരണം വോട്ട് ചോദിക്കുകയാണ്. അപ്പോ വോട്ടർമാരുടെ ഒരു റിയാക്ഷനൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. ദേശീയ പ്രസ്ഥാനം, ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ്, അതിന്റെ അകത്ത് നമ്മളെല്ലാവരും ഒരു വിഷയമില്ലേ? അപ്പൊ ചില സന്ദർഭങ്ങളിൽ ഒരു വിഷയിക്കേണ്ടി വരും. നമുക്ക് ഭിന്നാഭിപ്രായം ഉണ്ടാവണം. ഫാമിലി മൊത്തം നമ്മുടെ കൂടെ, മക്കളും മരുമക്കളും പേരൊക്കെ എല്ലാവരും SFIയുടെ സജീവ പ്രവർത്തകരാ പിള്ളേരൊക്കെ. ടീച്ചർക്ക് അപ്പൊ എങ്ങനെ ഇത്തവണ എന്താ ഒരു വോട്ടർ നിലയിലുള്ള അഭിപ്രായം? ടീച്ചറിനെ ഞാൻ ആദ്യമായിട്ട് അറിയുന്നു. അപ്പൊ ആ നിലയിൽ അവരുടെ പെർഫോമൻസ് എത്രയുണ്ടെന്ന് എനിക്കറിയില്ലല്ലോ. എന്നാലും വിഷയാണ്, ജയിക്കും. വിഷയങ്ങളൊക്കെയാണല്ലോ മുന്നോട്ടുള്ള ഊർജ്ജം അല്ലേ? എന്തായാലും ടീച്ചർ അതെ ടീച്ചർ എല്ലാം പയറ്റും ടീച്ചർ. അതോ രണ്ടും കൂടി ഒരുമിച്ച് പോകാറുണ്ടോ? ഒരുമിച്ച് പോകും അല്ലേ?
സൂര്യ നമസ്കാരം ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഒരു മാസമായിട്ട് അത് തന്നെ ശക്തി വേണോ, ഫിസിക്കൽ ആൻഡ് മെന്റൽ പവർ. ഓക്കെ, താങ്ക് യു. രാവിലെ തന്നെ ടീച്ചർ എന്തായാലും ഒരു ഡമ്പലെടുത്തുള്ള ഒരു ചെറിയൊരു പരീക്ഷ നിർമ്മിച്ചു. ബാഡ്മിന്റൺ ആണ്, ഇതാണ് എളുപ്പം. ബാഡ്മിന്റൺ ആണ് ഇപ്പൊ എളുപ്പമല്ലേ ഇത്? കൈക്കല്ല ഇത് പക്ഷെ കൈക്ക് വേദനയല്ല. ഞാൻ യോഗ ചെയ്യുന്ന ആളാ. ഒരു 10-16 വർഷമായിട്ട് യോഗ ചെയ്യുന്ന സ്ഥിരം ചെയ്യും, എല്ലാ സ്ഥിരം ചെയ്യും. അപ്പൊ സൂര്യ നമസ്കാരം എന്ന് പറഞ്ഞാൽ കൈക്ക് ബലം കിട്ടുന്ന കൂടിയുണ്ട്. ഇപ്പൊ ഒരു മാസമായിട്ട് അത് മുടങ്ങി കിടക്കുന്നതുകൊണ്ടുള്ള ഒരു കൃത്യം ട്രെയിനിങ് എടുത്തിട്ട് യോഗ പഠിച്ചിട്ടുണ്ട്. യോഗ എന്റെ ഹസ്ബൻഡാണ് പഠിക്കാൻ പോയത്. ഒരു 6 മാസത്തെ കോഴ്സിന് പോയി. പക്ഷെ പുള്ളി എനിക്ക് പറഞ്ഞു തന്നു. ഞാനാണിപ്പോ സ്ഥിരമായിട്ട് ചെയ്യുന്നത്. ഹസ്ബൻഡ് ചെയ്യുന്നുണ്ടാവില്ല. ശരി, എന്നാൽ ടീച്ചർ ഇത് നടക്കട്ടെ. എങ്ങനെയുണ്ട് ഒരു ഇലക്ഷൻ ചൂടിലേക്ക് എത്തിയാട്ടോ അവിടെ? ചൂട് തുടങ്ങിയിട്ടില്ലല്ലോ, തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ സ്ഥാനാർത്ഥികളൊക്കെ എല്ലാവരും വോട്ട് ചോദിക്കാൻ എത്തി. ടീച്ചർ വന്നു സംസാരിച്ചു. ടീച്ചറാണ് ആദ്യം വന്നിരിക്കുന്നത്. എറണാകുളത്തിന്റെ ഒരു നിങ്ങൾക്ക് ഇവിടെ രാവിലെയൊക്കെ സജീവമായി നിൽക്കുന്ന നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? പരാതികൾ അല്ലെങ്കിൽ ഒന്നുമില്ല. ഇതിന്റെ ഇപ്പൊ ആൾക്കാർ കൂടുതലാണ് ഇവിടെ. ആട് പിടിച്ച് കിടക്കുന്ന ഒരു സാഹചര്യം. നിങ്ങൾക്ക് വേണ്ട സംവിധാനമൊക്കെ ഉണ്ടോ? ഇപ്പൊ ഇത്രയും സ്ഥലമേ ഉള്ളൂ. ഇപ്പം ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള എക്യുപ്മെന്റ് കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്താൽ കുറച്ച് ആൾക്കാർ വരും. കാര്യം കൊച്ചിൻ സിറ്റിയിലെ ഏറ്റവും വലിയ ആൾക്കാർ രാവിലെ മോർണിംഗ് വാക്കിന് വരുന്നൊരു സ്ഥലമാണ്. അവിടെ സംബന്ധിച്ച് ഇതൊരു നല്ല സ്പോട്ട്. എക്സ്പാൻഡ് ചെയ്യേണ്ട ആവശ്യം അത്യാവശ്യമാണ്. ഈ കൊച്ചിയിലെ ഒരു എക്സസൈസിനൊക്കെ പറ്റിയൊരു മെയിൻ സ്പേസ് ഈ സ്റ്റേഡിയത്തിന്റെ മെജോറിറ്റി ആൾക്കാർ വരുന്നത് ഇവിടെ തന്നെയാണ്. പിന്നെ കുറച്ചൊക്കെ മറൈൻ ഡ്രൈവിലും മറ്റേ വാക്കുകളിലൊക്കെ അത് വളരെ കുറവാണ്. ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. ഓക്കെ, നിങ്ങൾ എങ്ങനെ എല്ലാ ദിവസവും രാവിലെ ഇവിടെ എല്ലാ ദിവസവും ഉള്ളതാണോ ഇവിടെ? ഞങ്ങളൊരു പട്ടി കൂടി ഉണ്ട്. ആരുണ്ട്? ഒരു പട്ടി കൂടി ഉണ്ട്. അതിന്റെ വീഡിയോ ഞങ്ങൾ ഓടുമ്പോ ഞങ്ങളുടെ കൂടെ അവർ എത്ര കിലോമീറ്റർ വേണമെങ്കിലും ഓടിക്കോളും. ആണോ? ഇങ്ങനെ ഇത് ആര് വളർത്തുന്നതാണ്? ആരുമില്ല, ഞങ്ങളുടെ ജിമ്മിന്റെ പട്ടിയാണത്. വന്നൊരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ മുദ്രകാര്യൊന്നുമല്ല. ഒന്നുമല്ല, എല്ലാവരുടെ സ്നേഹത്തിലാണ്. അവര് കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾ രാവിലെ ജിം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഭക്ഷണമൊക്കെ എങ്ങനെയാ? അതൊക്കെ ഞങ്ങൾ കൊടുക്കും. ഇപ്പൊ അവിടെ ഫുഡ് റെഡിയാണ് എല്ലാവർക്കും. 5 പേരുണ്ട്. 5 പേർക്ക് ഫുഡ് അവിടെ ഇരിപ്പുണ്ട്. ഇപ്പൊ കൊടുക്കും. 7 മണിക്ക് കൊടുക്കും. ഇതിന് വാക്സിനേഷൻ ഒക്കെ എടുത്താണോ? എടുത്താ. അത് നിങ്ങൾ തന്നെയാണോ ചെയ്തത്? അവിടെ പിന്നെ കോർപ്പറേഷന്റെ ആള് വരും. ഓക്കെ, അത് കൊണ്ടുപോയി ചെയ്തു. അപ്പൊ ഇതൊരു തെരുവിലാണെങ്കിൽ പോലും തെരുവുനായ അല്ല, അങ്ങനെ പറയാൻ പറ്റൂല. നമ്മുടെ സ്വന്തം നായാണ്. സ്റ്റേഡിയത്തിന്റെ സ്വന്തം നായ. റാണി അവരെ തിങ്ങണിക്കുട്ടേ വന്നേ. എന്താ പറഞ്ഞേ? കുപ്പിയൊക്കെ പിറക്കുന്ന ആൾക്കാര് അവര് ഇവിടുന്ന് ഓടിച്ചിട്ട് പുള്ളി. ഞാൻ കണ്ടു ആദ്യം ഞാൻ അവിടെ നിന്നപ്പോ ഒരു പിന്നെ ഈ കുപ്പി ഇറക്കുന്ന ചേട്ടൻ സൈക്കിളിൽ പോയപ്പോ പുറകെ ഓടി എത്തുന്നത്. എന്താ അതായത് ഈ നിങ്ങളുടെ ഈ ജിമ്മിൽ നിന്ന് ഒന്നും കൊണ്ടുപോകാൻ പാടില്ല. പരിസരത്ത് നിന്ന് കൊണ്ടുപോകാൻ പാടില്ല. അപ്പൊ ഓടിച്ചിടും. ഞങ്ങൾ തന്നെ ഇട്ട പേരാണ്. നിങ്ങളുടെ ഈ ജിമ്മ് ഇതെങ്ങനെയാ? ഇത് എത്ര നാളായി സജീവമായിട്ടുണ്ട്? ഇതിപ്പോ ഒരു 5-6 വർഷമുണ്ടോ. ആണോ? ഇതിൽ ഇതൊക്കെ GCD ചെയ്താ അല്ലേ? അപ്പോ അത് തുടങ്ങി തൊട്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഞങ്ങൾ അതുകൊണ്ടല്ല, ഞങ്ങൾ ഇവിടെ വർഷങ്ങളോടുള്ള ഞങ്ങൾ ക്ലബ് ഉണ്ട് ഇവിടെ. ഞങ്ങൾ 45 മെമ്പേഴ്സ് ഉണ്ട്. പേരെന്താ ക്ലബിന്റെ? സ്റ്റേഡിയം റൈഡേഴ്സ്. അപ്പൊ നിങ്ങൾ നേരത്തെ എന്താ വാക്കിംഗ് ആയിരുന്നോ അതോ? ഞങ്ങൾ ഓട്ടമാണ്. ഓട്ടാണ് മാരത്തോൺ ചെയ്യും. ഞങ്ങളുടെ കാരണവർ 79 വയസ്സുണ്ട്. മാരത്തോൺ ചെയ്യുന്നതാണോ? എല്ലാ ഓട്ടത്തിനും പോണ ആളാണ്. ആണോ? ഈ ഇലക്ഷന്റെ ഓട്ടത്തിന് വേറൊരു ഹൈദരാബാദ് വരെ പോയിട്ടും വന്ന. ആണോ? അതെ, ഈ മനോജ് ചേട്ടൻ നമ്മുടെ ഈ ചേട്ടനെ അന്ന് മെയിൻ കാണിക്കും കേട്ടോ. ഞങ്ങളുടെ ക്യാമറമാനാണോ മനോജ് ചേട്ടന്? 29 വയസ്സ്. എത്ര വയസ്സായി? 78. 1 വയസ്സ് കൂട്ടി പറഞ്ഞു ചേട്ടൻ. മാരത്തോൺ റണ്ണറാണ്. എത്ര കിലോമീറ്റർ ഒക്കെ ഓടും? സ്ഥിരം 10 കിലോമീറ്റർ 10 കിലോമീറ്റർ ഓടും. എവിടെയൊക്കെ പോയി മത്സരിച്ചിട്ടുണ്ട്? ചെന്നൈ, ഹൈദരാബാദ്, ചെന്നൈ ഒക്കെ പോയിട്ടുണ്ട്. എല്ലായിടത്തും പ്രൈസ് അടിച്ചിട്ടുണ്ടോ? അല്ല, നമുക്ക് ചില കാറ്റഗറി ആണല്ലോ ഇതിന്റെ അകത്ത്. അപ്പം എല്ലാം ജനറലായിട്ട് ഓടിയല്ലേ. എന്നാലും ഒരു 110 ഓടിയെത്തും. എങ്ങനെ 78ാമത്തെ വയസ്സിലൊക്കെ എന്റെയൊക്കെ അവസ്ഥ എന്താണെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു. ചേട്ടൻ 60 വയസ്സായോ? 63 വയസ്സായി. ആണോ? രണ്ടാ പറയുക. 60 കിലോമീറ്റർ ഓടി. ഏഷ്യൻ ന്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. ആണല്ലേ? അപ്പൊ വൻ കക്ഷികളാണല്ലോ നിങ്ങളുടെ ജിമ്മിലെല്ലാരും. ഇതിൽ 50 വയസ്സായിരുന്നു. ഇപ്പൊ ഉണ്ട് ഇയാൾ 50 കടവാൻ മണി. 50 കിലോമീറ്റർ ഓടും. സംഭവം പേരെന്താ? രാജു. ചേട്ടന്റെ പേര്? ജോസി. അൾട്രാറാണ് മൂന്നാറിൽ ഓടാറുള്ളത്. 75 കിലോമീറ്റർ ഹൈ ഓൾട്ടിറ്റ്യൂഡിലോ? അതെ ആണ്. ഞങ്ങളെല്ലാം കൂടും. ഞങ്ങളല്ല, ഓൾ ഇന്ത്യ, ഓൾ കേരള എവിടെയാണ് ഓട്ടം. സമതലം വേണമെന്നൊന്നുമില്ല. ഒന്നുമില്ല. എവിടെ ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം, കോട്ടയം, തൃശ്ശൂര്, കൊല്ലം അവിടെ എല്ലാം ഓടും. പിന്നെ ചെന്നൈ, ഹൈദരാബാദ്, ബാംഗ്ലൂര്
ഇനിയിപ്പോ അടുത്ത ഞായറാഴ്ച പറഞ്ഞ ഇവിടെ ഉണ്ട് രാജ്യത്തുണ്ട് ഓറഞ്ച് എന്നും പറഞ്ഞിരുന്നു. അത് നമ്മുടെ ചാത്തിയാത്ത് വരെ പച്ചാളം അവിടെ സെക്കൻഡ് അടിച്ച ഒരാള് നമ്മുടെ ഇവിടെ ഉണ്ട്. വന്നിട്ടില്ല അല്ലേ? അവിടെ ഉണ്ടല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും നിങ്ങളെല്ലാം രാവിലെ എല്ലാ ദിവസവും ഇവിടെ സജീവമായിട്ടുണ്ട്? എല്ലാവരും ഉണ്ടോ? എല്ലാവരും ഉണ്ട്. ഓക്കെ. സ്റ്റേഡിയം റൈഡേഴ്സിന്റെ ക്ലബ്ബാണ്. സ്റ്റേഡിയം റൈഡേഴ്സിന്റെ ക്ലബ്ബാണ് ഇവര്. അപ്പൊ ക്ലബിൽ അംഗങ്ങളാണ് എല്ലാവരും. ഈ പച്ചക്ക പച്ച ഷർട്ട്. ഇതിനകത്ത് പേരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നല്ലോ. പേരില്ല. ഓക്കെ. ഇത് ഓട്ട തന്നെയാണ്. ഞങ്ങളുടെ പേരുള്ളത് ശനിയാഴ്ച മാത്രം. ഓക്കെ. അപ്പൊ എന്തായാലും തെരഞ്ഞെടുപ്പിന് ചൂടൊക്കെ കേട്ടോ നടക്കണേ വലിയ കാര്യമൊന്നുമില്ല. കാരണം എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല. നമ്മ പട്ടണി തന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പൊ ഈ രാഷ്ട്രീയത്തിലൊന്നും താല്പര്യമില്ലേ? രാഷ്ട്രീയത്തിലെ താല്പര്യമൊക്കെ ഉണ്ട്. പക്ഷെ എന്താ കാര്യം? നമുക്ക് എന്തെങ്കിലും വാങ്ങാൻ ആർക്കും ജോലി ഉണ്ട? മെയിനായിട്ട് ഒരു ജോലിയില്ല. അവർ ഈ നിക്കണ ആൾക്കാർക്ക് കൊള്ളാം. അവരുടെ കുടുംബം അടിപൊളിയായിരിക്കും. നമ്മ ഇപ്പോഴും പശ ഓട്ടിക്കാൻ നടക്കും. വൈകുന്നേരം ആകുമ്പോഴേക്കും അവരാകെ അന്വേഷിക്കണ എപ്പോഴാണെന്ന് അറിയാമോ? ഇലക്ഷൻ വരുമ്പോ കുറച്ച് നോട്ടീസ് ഉണ്ട് കേട്ടോ, ഒന്ന് കൊണ്ടു കൊടുക്കണം. കൊടുത്തേക്കായോ? കുറെ പൈസ തരും, ഒന്ന് മഴയിലൊട്ടിക്കണം. ഒട്ടിച്ചേക്കായോ? ഇടപാട്. പിന്നെ നമ്മളറിയൂല. അതും ഒരു തൊഴിലാണല്ലോ. അല്ല, പിന്നെ നമ്മളറിയൂല. പിന്നെ അടുത്ത 5 കൊല്ലം കഴിയണം അടുത്ത പരിപാടി വന്നെങ്കിൽ. അപ്പൊ അറിയും. ഇതാണ് നമ്മുടെ ഇടപാട്. എന്താണല്ലോ അതൊരു സാധാരണക്കാരന്റെ അവസ്ഥ അല്ലേ? എന്തായാലും താങ്ക് യൂടാ. നടക്കട്ടെ. നിങ്ങള് ഈ കിങ്ങിണീനെ ഒരു ദിവസം കവർ ചെയ്യണം അല്ലേ? കിങ്ങിണിയിൽ മൈൻഡ് ചെയ്യുന്നില്ല, അവിടെ കിടന്നു. പാടില്ല, വയറുവേന. വയറുവേനാണ് മരുന്ന് മേടിക്കണം. അങ്ങനെ അറിയാം വയറുവേന. അല്ലെങ്കിൽ ഇങ്ങനെയല്ല, ഭയങ്കര സ്മാർട്ടായിരിക്കും. പുല്ലിനായിരുന്നു. അപ്പൊ അവന് വയറുവേന അനങ്ങൂല. നമുക്ക് പോവാൻ പോകുന്നു. കിങ്ങിണി എന്ന് പറയുന്ന അവരുടെ ഒരു നായയാണ്. താങ്ക് യു. അപ്പൊ കിങ്ങിണി കൊണ്ട് പോവാണോ? നിങ്ങൾ ഉടമ കൂടെ ഓടിക്കോളൂ. അതെ, സ്റ്റേഡിയത്തിലുള്ള ഒരു നായാണ്. ഇവർ ഈ സ്റ്റേഡിയം റൈഡേഴ്സ് പറഞ്ഞ ടീം, ക്ലബ്ബ്, അവരാണ് കിങ്ങിണി എന്നാണ് പേരൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പൊ എന്നാലും സ്റ്റേഡിയം റൈഡേഴ്സ് കിങ്ങിണി എന്ന നായ നോക്കുന്നു. അപ്പൊ എന്നാലും നമ്മൾ വയനാട്ടിലേക്ക് ഒന്ന് പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലമാണല്ലോ. ഞാൻ പറഞ്ഞ പോലെ KJ ഷൈൻ ടീച്ചർ ഉണ്ട്, LDF സ്ഥാനാർത്ഥി, മുന്നിലേക്ക് ഓടി. സ്ഥാനാർത്ഥിയാണ് ഇപ്പൊ വന്നത്. കണ്ടില്ലായിരുന്നു സ്ഥാനാർത്ഥിയെ? കണ്ട് നല്ല സ്ഥാനാർത്ഥിയാണ്. അപ്പൊ പരിചയമില്ലേ? ഇല്ല, നേരത്തെ പരിചയമില്ല. ഇപ്പൊ ഇവിടെ വന്നപ്പിന്നെ സ്റ്റേഡിയത്തിൽ വന്നപ്പിന്നെ പരിചയപ്പെട്ടത്. ആണല്ലേ? എങ്ങനെയുണ്ട് എറണാകുളത്ത്? എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നല്ലൊരു സ്ഥാനാർത്ഥിയാണ്. കാരണം വമ്പിച്ച ഭൂരിപക്ഷത്തോട് വിജയിക്കാൻ സാധ്യതയുണ്ട്. ആണല്ലേ? പിന്നെ ശരി. അപ്പൊ ശരിയാണ്. പേരെന്താ? എന്റെ ഒരു കാർത്തികൻ. ഓക്കെ. അപ്പൊ എന്തായാലും എറണാകുളത്തെ വോട്ടർമാർ പല രീതിയിലാണ് പ്രതികരിക്കുന്നത്. ഞാൻ വയനാട്ടിലേക്ക് പോവാണ്. വയനാടാണ് ഇന്നൊരു പക്ഷേ രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട മണ്ഡലം. രാഹുൽ ഗാന്ധി ഇന്ന് എത്തുകയാണ്. 11 മണിയോടെ കൽപ്പറ്റയിൽ നടക്കുന്ന റോഡ് ഷോയിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കും. ഒരു റോഡ് ഷോയെ തന്നെ അത് 7 നിയമസഭാ മണ്ഡലങ്ങളിലെയും പ്രവർത്തകരെയൊക്കെ അണിനിരത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകും. അപ്പോൾ വയനാട്ടിലെ വിശദാംശങ്ങളുമായി CV അനുമോദ് ചേരുന്നു. അനുമോദ്, ഗുഡ് മോർണിംഗ്. ഞാൻ കൊച്ചിയിൽ LDF സ്ഥാനാർത്ഥി KJ ഷൈൻ ടീച്ചർക്കും ഒപ്പം കൊച്ചിയിലെ എറണാകുളത്തെ വോട്ടർമാർക്കിടയിൽ ഇങ്ങനെ മോർണിംഗ് വൈഫ് നിൽക്കുകയായിരുന്നു അനുമോദ. വയനാട്ടിലെ കാഴ്ച എന്താണ്? വയനാട്ടിൽ രാഹുൽ ഗാന്ധി വരുന്നതിലുള്ള ഒരു ആവേശം UDF പ്രവർത്തകർക്കിടയിലുണ്ടോ? ഗുഡ് മോർണിംഗ് എഴുതോ. ഞാനുള്ളത് കൽപ്പറ്റയിലാണ്. കൽപ്പറ്റ സിവിൽ സ്റ്റേഷന്റെ പരിസരത്താണ് ഞാനിപ്പോൾ ഉള്ളത്. നമുക്കറിയാം, രാഹുൽ ഗാന്ധിയുടെ വരവ് അത് കേരളത്തിലെ UDFനെ സംബന്ധിച്ച് അത് വലിയൊരു ആഘോഷമാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം അദ്ദേഹം വയനാട് മത്സരിക്കാൻ തീരുമാനിച്ചതിന് ശേഷം അദ്ദേഹം ആദ്യമായിട്ടാണ് എത്തുന്നത്. ആ ഒരു വരവ് വലിയ ആഘോഷമായിട്ട് ഒരു റിമാർക്കബിൾ ആയിട്ടുള്ള ഒന്നാക്കി തീർക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ് UDF പ്രവർത്തകരുള്ളത്. അദ്ദേഹം 11 മണിയോടെ കണ്ണൂരാണ് അദ്ദേഹം ഫ്ലൈറ്റ് ഇറങ്ങുന്നത്. അതിനുശേഷം ഹെലികോപ്റ്ററിൽ അദ്ദേഹം വയനാട്ടിലേക്ക് എത്തും. മൂപ്പനാട് പഞ്ചായത്തിൽ ആണ് അദ്ദേഹം, ഗ്രൗണ്ടിലാണ് അദ്ദേഹം ഇറങ്ങുന്നത്. അവിടെ നിന്നും 11 മണിയോടെ അദ്ദേഹം കൽപ്പറ്റയിലെ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് എത്തുന്നു. അവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ റോഡ് ഷോ ആരംഭിക്കുന്നത്. നമുക്കറിയാം, വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ കൂടി പടർന്നു കിടക്കുന്ന വലിയ ഒരു മണ്ഡലമാണ്. 7 നിയോജക മണ്ഡലങ്ങളിൽ. ആ 7 നിയോജക മണ്ഡലങ്ങളിലെയും പ്രവർത്തകർ ഈ റോഡ് ഷോയുടെ ഭാഗമാകും. അവരുടെ സാന്നിധ്യത്തിൽ റോഡ് ഷോ 11 മണിക്ക് ആരംഭിച്ച് ഏകദേശം 1 മണിക്കൂറോളം സമയമെടുത്ത് അദ്ദേഹം നേരെ സിവിൽ സ്റ്റേഷനിലെത്തി 12 മണിയോടെ അദ്ദേഹം പത്രിക സമർപ്പിക്കും. അതിനുശേഷം 2:30 വരെ അദ്ദേഹം വയനാട്ടിൽ തന്നെ ഉണ്ടാകും. നമുക്കറിയാം, UDFന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇന്ന് ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുവാനും രാഹുൽ ഗാന്ധിയെ കാണുവാനും
വയനാട്ടിൽ എത്തുന്നുണ്ട്. കെ സുധാകരനും KC വേണുഗോപാലും PK കുഞ്ഞാലിക്കുട്ടിയും എല്ലാവരും തന്നെ ഇന്ന് ഈ ഒരു ദിവസം ഇവിടെ എത്തുന്നുണ്ട്. അപ്പോൾ അവരുമായിട്ടെല്ലാം ഒരു കൂടിക്കാഴ്ചയ്ക്ക് സാധ്യതയുണ്ട്. നമുക്കറിയാം രാഹുൽ ഗാന്ധിയുടെ ഒരു സാന്നിധ്യം കേരളത്തിൽ UDF-ന് നൽകുന്നത് വലിയൊരു ആത്മവിശ്വാസമാണ്. കഴിഞ്ഞ തവണ 19 സീറ്റുകളിലേക്കെന്ന ഒരു വലിയ സംഖ്യയിലേക്ക്, മാന്ത്രിക സംഖ്യയിലേക്ക് UDF നടന്നു കയറിയത് രാഹുൽ ഗാന്ധിയുടെ കൂടി സാന്നിധ്യം കൊണ്ടാണ്. സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധി ഉള്ളപ്പോൾ അതിന്റെ ഗുണം മറ്റ് നിയോജക മണ്ഡലങ്ങളിൽ ലഭിക്കുമെന്നൊരു പ്രതീക്ഷയാണ് UDF-നുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രചരണം, അത് ഇന്നിപ്പോൾ അദ്ദേഹം റോഡ് ഷോയ്ക്ക് ശേഷം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് മടങ്ങുക മാത്രമാണ് ചെയ്യുന്നത്. മറ്റ് മണ്ഡലങ്ങളിലേക്കുള്ള പ്രചരണം കണക്കാക്കി അദ്ദേഹം അടുത്ത വാരം ഏപ്രിൽ 15, 16 ഒക്കെ ആയിട്ട് അദ്ദേഹം കേരളത്തിലേക്ക് എത്തും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്താണ് വയനാടിന്റെ ഭാഗമായിട്ടുള്ള 7 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും അതിനു പുറമെ കേരളത്തിലെ പ്രധാനപ്പെട്ട നിയോജക മണ്ഡലങ്ങളിലും അദ്ദേഹം പര്യടനം നടത്താനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. കാരണം രാഹുൽ ഗാന്ധിയാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ താരപ്രചാരകൻ. അദ്ദേഹത്തെ കാണാനും കേൾക്കാനും ഓരോ തവണ അദ്ദേഹം വരുമ്പോഴും ആയിരങ്ങളാണ് തടിച്ചുകൂടുന്നത്. രാഹുൽ ഗാന്ധി ആദ്യം വന്നതുപോലെ തന്നെ ഊഷ്മളമായൊരു സ്വീകരണം നൽകി അദ്ദേഹത്തെ കേൾക്കുവാൻ, അദ്ദേഹത്തിന്റെ ഇന്നിപ്പോൾ റോഡ് ഷോ ആയതുകൊണ്ട് അദ്ദേഹം ഒരു പക്ഷേ സംസാരിച്ചേക്കില്ല, അദ്ദേഹത്തിന്റെ പ്രസംഗം ഉണ്ടായേക്കില്ല. പക്ഷേ അദ്ദേഹത്തെ കാണുവാൻ ഈ UDF-ന്റെ തന്നെ ഏറ്റവും വലിയ ഒരു കരുത്തുറ്റ ശക്തിപ്രകടനമായിട്ട് ഈ റോഡ് ഷോയെ മാറ്റുവാനുള്ള ഒരുക്കത്തിലാണ് UDF പ്രവർത്തകരുള്ളത്. വലിയ ഒരുക്കങ്ങൾ നടക്കുന്നു. മലപ്പുറവും കോഴിക്കോടു നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും എല്ലാം തന്നെ ആ പ്രവർത്തകരെ ഇവിടേക്ക് 10 മണിയോടെ എത്തിച്ചേരും. അതിനുശേഷം റോഡ് ഷോ 2:30 അദ്ദേഹം കൽപ്പറ്റയിൽ തിരിച്ചു പോകും എന്നുള്ളതാണ് നിലവിലുള്ള ഷെഡ്യൂള്. എന്തായാലും നമുക്ക് അല്പസമയത്തിന് ശേഷം നമ്മളൊപ്പം ഒരു അതിഥി കൂടി ചേരാനുണ്ട്. AP അനിൽകുമാർ വണ്ടൂർ MLA. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ജനറൽ കൺവീനറാണ്. അദ്ദേഹത്തിൽ നമുക്ക് കുറേ കാര്യങ്ങൾ കൂടുതൽ അറിയാൻ കഴിയും. അല്പസമയത്തിന് അദ്ദേഹം നമ്മളൊപ്പം ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തോ അനുമത്, നമുക്കറിയാം ഈ രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വരവ്, അത് UDF-നുണ്ടാക്കിയ ഒരു ഊർജ്ജം, UDF ഒരു എന്താ പറയുക ക്ലീൻ സ്വീപ്പ് എന്നുള്ള നിലയിലായിരുന്നു കേരളത്തിലെ സാഹചര്യം. 19 സീറ്റ്. അപ്പോൾ ആ ഒരു ട്രെൻഡ് ഇത്തവണയും ആവർത്തിക്കുമെന്നുള്ള പ്രതീക്ഷ KPCC നേതൃത്വമൊക്കെ പങ്കുവെക്കുന്നുണ്ടോ? വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി ഇന്ന് ആദ്യം എത്തുകയാണ്. അതിനേക്കാൾ ഉപരി ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അത് വർഷം തോറും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. മലബാറിലേക്കൊരു കാര്യങ്ങൾ എങ്ങനെയാണ്? മലബാറിലേക്കൊരു ട്രെൻഡ് എന്താണ് ഇപ്പോൾ ഈ പ്രചരണത്തിന്റെ ആദ്യഘട്ടത്തിലെങ്കിലും? രാഹുൽ ഫാക്ടർ എന്നുള്ള ഫാക്ടർ ഇക്കുറിയുണ്ടോ തെരഞ്ഞെടുപ്പിൽ? സത്യം പറഞ്ഞാൽ കഴിഞ്ഞ തവണ 2 ഘടകങ്ങളാണ് UDF-ന് വലിയ ഒരു മെജോറിറ്റി നേടാൻ സഹായിച്ചത്. ഒന്ന് രാഹുൽ ഗാന്ധി, 2 ശബരിമല. ഈ 2 സാഹചര്യങ്ങളും രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ തവണത്തെ വരവ്, ആദ്യമായി നെഹ്റു കുടുംബത്തിൽ നിന്നും ഒരാൾ കേരളത്തിൽ മത്സരിക്കാൻ പോകുന്നു, അതുപോലെ തന്നെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നയാൾ കേരളത്തിൽ മത്സരിക്കുന്നു. ഇങ്ങനെ വലിയ പ്രതീക്ഷയോടെയായിരുന്നു വയനാട്ടിലെ, പ്രത്യേകിച്ച് മലബാറിലെ വോട്ടർമാർ രാഹുലിനെ സ്വീകരിച്ചത്. രാഹുൽ മത്സരിക്കുമ്പോൾ എനിക്കിതുമായി ചേർത്ത് വെച്ച് ഓർമ്മിച്ച് പറയാൻ കഴിയുന്നത്, അന്ന് അദ്ദേഹം മത്സരിക്കുന്ന കാര്യം തീരുമാനിച്ചപ്പോൾ നമ്മുടെ ഒപ്പം AP അനിൽകുമാർ ചേരുന്നുണ്ട്. അദ്ദേഹമാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ജനറൽ കൺവീനർ. ഇല്ലേട്ടാ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വയനാട് തന്നെ ക്യാമ്പ് ചെയ്തിട്ടാണല്ലോ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. എങ്ങനെയാണ് ഒരുക്കങ്ങൾ? വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു ചരിത്ര സംഭവമായി മാറും ശ്രീ രാഹുൽ ഗാന്ധിക്ക് നൽകുന്ന വരവേൽപ്പ്. അദ്ദേഹം 2ാമത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടി വരികയാണ്. കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ഇവിടേക്ക് വന്നത്. അന്ന് നൽകിയ ആവേശകരമായ സ്വീകരണം ഇപ്പോഴും മനസ്സിൽ ഓർമ്മയുണ്ട്. അതിനേക്കാൾ ശക്തമായ ജനക്കൂട്ടം ഇന്ന് ഉണ്ടാവും. വലിയ സ്വീകരണമായിരിക്കും ശ്രീ രാഹുൽ ഗാന്ധിക്ക് ഇവിടെ നൽകുക. അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ഇതിനകം തന്നെ പൂർത്തീകരിച്ച് കഴിഞ്ഞു. തെരഞ്ഞെടുപ്പായതുകൊണ്ട് അതിനുമായി ബന്ധപ്പെട്ട പരിമിതികളുണ്ടെങ്കിലും ജനക്കൂട്ടം, ജനസഞ്ചയം ഏറ്റവും വലിയ രീതിയിൽ അദ്ദേഹത്തെ വരവേൽക്കുന്നു. രാഹുൽ എത്തിയപ്പോൾ കൂടെ പ്രിയങ്കയുണ്ടായിരുന്നു. അദ്ദേഹം കോഴിക്കോട് ആദ്യം വന്നിറങ്ങിയ സമയം മുതൽ കോൺഗ്രസിന്റെയും UDF-ന്റെയും പ്രവർത്തകരുടെ വലിയൊരു സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് അദ്ദേഹം വന്നു. അദ്ദേഹത്തിന് ആദ്യമായിട്ട് അദ്ദേഹം കേരളത്തിൽ മത്സരിക്കാൻ വരുന്നു, നെഹ്റു വരുന്നു എന്നുള്ളൊരു ആവേശമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് മുതിർന്ന നേതാവായ ആരിഡൻ മുഹമ്മദ് ഒരു കാര്യം പറഞ്ഞതെന്താ വെച്ചാൽ, രാഹുൽ മത്സരിക്കുന്നതിന്റെ ഗുണം വയനാട് മാത്രമല്ല മലബാറിൽ ഒന്നാകെ, കേരളത്തിൽ ഒന്നാകെ ഉണ്ടാവുന്നുള്ളൂ. ഒരു അണക്കെട്ടിൽ വെള്ളം നിറഞ്ഞു നിൽക്കുമ്പോൾ അടുത്തുള്ള ചെറിയ കിണറും കുളമൊക്കെ നിറയുന്നത് പോലെ ഒരു എഫക്റ്റ് എന്ന് അദ്ദേഹം ഒരു ഉപമ പറഞ്ഞത്. ഇത്തവണ രാഹുൽ വീണ്ടും വയനാട്ടിൽ നിന്ന് തുടരുന്നു എന്നതിന്റെ ഇമ്പാക്ട് എങ്ങനെയായിരിക്കും UDF-ന് ഉണ്ടാകുക മലബാറിലും മറ്റ്
ഞങ്ങൾ ഒറ്റവാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകം തന്നെ പറഞ്ഞതാണ്, യാതൊരു സംശയവുമില്ല. ഇന്ന് കേരളത്തിലെ UDF തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ ലോഞ്ചിംഗ് ആണ് യഥാർത്ഥത്തിൽ ഇന്ന് വയനാട് നടക്കുന്നത്. ബാക്കി വരുന്ന 19 സ്ഥാനാർത്ഥികൾക്കും ഇന്ന് ഇവിടെ നൽകുന്ന രാഹുൽ ഗാന്ധിക്ക് നൽകുന്ന ആവേശവും രാഹുൽ ഗാന്ധിയുടെ പത്രികാ സമർപ്പണവും ഒക്കെ കേരളം മുഴുവൻ UDFന് വലിയ ഉണർവ് നൽകും. കേരളം സംബന്ധിച്ചിടത്തോളം UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്കയുമില്ല. പക്ഷേ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലമാക്കാൻ, ചടുലമാക്കാൻ ഇന്നത്തോടുകൂടി കഴിയും. രാഹുല് മറ്റു മണ്ഡലങ്ങളിൽ പ്രചരണത്തിന് എത്തുന്നുണ്ടാകുമോ? ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായും അദ്ദേഹം കേരളത്തിലെ മറ്റു മണ്ഡലങ്ങളിലും എത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്നാണ് അടുത്ത ഘട്ടത്തിലെ പ്രചരണത്തിന്റെ തീയതിയൊക്കെ? ഇന്നത്തെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ബാക്കി അടുത്ത തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ ജനങ്ങളുമായി ബന്ധപ്പെടുന്നതിനും റോഡ് ഷോയിൽ പങ്കെടുക്കുന്നതിനും പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുന്നതിനും ജനങ്ങളെ നേരിട്ട് കാണുന്നതിനൊക്കെയുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത് ഇന്നത്തെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷമായിരിക്കും. ഇപ്പോൾ വയനാട്ടിൽ ആദ്യം രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം കൊണ്ട് മാത്രം ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റിയ മണ്ഡലമാണ്. അതിന് പിന്നാലെ ആനിരാജ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി, ദേശീയ നേതാവാണ് അവർ. ഒപ്പം തന്നെ കെ സുരേന്ദ്രൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുന്നു. കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു കരുത്തുറ്റ മത്സരം കാഴ്ചവെക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് എല്ലാവരും പങ്കുവയ്ക്കുന്നത്. എന്താണ് അങ്ങയുടെ നിരീക്ഷണം? സ്വാഭാവികമായിട്ടും ഇവരൊക്കെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുള്ള നേതാക്കളാണ്. പക്ഷേ വയനാട്ടിലെ ജനങ്ങളുടെ മനസ്സിൽ രാഹുൽ ഗാന്ധിക്കുള്ള സ്ഥാനം എത്രമാത്രം വലുതാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വീണ്ടും ബോധ്യമാകും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ദേശീയ തലത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന കോൺഗ്രസിന്റെ നേതാവ് എന്നുള്ള രീതിയിലാണെങ്കിൽ ഇന്ന് അതോടൊപ്പം തന്നെ വയനാട്ടിലെ ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹത്തിന് സ്ഥാനമുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ, അത് വയനാട്ടിൽ നടത്തിയ പ്രവർത്തനങ്ങൾ, അതുപോലെ ദേശീയ തലത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ, അതൊക്കെ വയനാട്ടിലെ ജനങ്ങൾ നോക്കിക്കാണുകയാണ്. അന്ന് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ ജനപിന്തുണയും അതുപോലെ തന്നെ അദ്ദേഹത്തോടുള്ള സ്നേഹവും ആദരവും ഒക്കെ ഇപ്പോൾ കൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇലക്ഷൻ റിസൾട്ടിനെ കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു ആശങ്കയുമില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ ചില കണക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ആ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിച്ചത് ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോഴാണ്. ഇപ്രാവശ്യം റിസൾട്ട് വരുമ്പോൾ അറിയാം, കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിലെ ജനങ്ങൾ നൽകും. ശരിക്കും ഭൂരിപക്ഷത്തിലാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ ചർച്ചകൾ. ഭൂരിപക്ഷം കുറഞ്ഞാൽ പോലും അത് വലിയ നിരാശ നൽകുന്ന സാഹചര്യമായിരിക്കുമല്ലോ. എങ്ങനെയാണ് ഭൂരിപക്ഷത്തിന്റെ ഒരു കണക്കൂട്ടലുള്ളത്? എത്ര ലക്ഷം വോട്ടുകളുടെ ഇതാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം? കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് 4,31,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ശ്രീ രാഹുൽ ഗാന്ധിക്ക് നൽകാൻ കഴിഞ്ഞത്. ഇത്തവണ അദ്ദേഹത്തിന് 5 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ജനങ്ങൾ ആ രീതിയിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കും. കഴിഞ്ഞ തവണ രാഹുൽ വരുമ്പോൾ അദ്ദേഹം ഒരു ദേശീയ നേതാവെന്ന ഫിഗറായിരുന്നു വയനാട്ടിൽ എല്ലാവർക്കും ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ വരുമ്പോൾ നമ്മുടെ MP അല്ലെങ്കിൽ 5 വർഷമായി അദ്ദേഹത്തെ അടുത്തറിയുന്ന സാഹചര്യം, ഇതൊക്കെ ഏത് തരത്തിലാണ് ഗുണം ചെയ്യുക? ഞാൻ ആ പറഞ്ഞ കാര്യത്തിലാണ്. ഇന്ന് വയനാട്ടിലെ ജനങ്ങൾക്ക് അദ്ദേഹത്തെ ഒരു സഹോദരനായി കാണുന്നവരും അദ്ദേഹത്തെ ഒരു സുഹൃത്തായി കാണുന്നവർ, അദ്ദേഹത്തിന്റെ ഓരോ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഓടിയെത്തുന്ന ഒരു നേതാവായിട്ട് കാണുന്നവർ, അങ്ങനെ ഒരു മാനസികമായ ബന്ധം. മുമ്പ് ദേശീയ തലത്തിൽ നേതാവിനുള്ള ആദരവാണെങ്കിൽ ഇന്ന് മാനസികമായൊരടുപ്പം രാഹുൽ ഗാന്ധിയോട് വയനാട്ടിലെ ജനങ്ങൾക്കുണ്ട്. അതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ വിഭാഗത്തിന്റെ പ്രചരണത്തിൽ ഏറ്റവും അധികം ആവർത്തിച്ച് പറയുന്നത് വല്ലപ്പോഴും മാത്രം വരുന്നൊരു MP എന്നുള്ളതാണ്. എങ്ങനെയാണ് അതിനെ നേരിടുന്നത്? അങ്ങനെയല്ലല്ലോ. കഴിഞ്ഞ തവണ അവര് പറഞ്ഞിരുന്നത് രാഹുൽ ഗാന്ധി വിജയിച്ചു പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരില്ല എന്നുള്ളതായിരുന്നു. പിന്നീട് അത് മാറി. എത്രയോ തവണ ഏത് ഘട്ടത്തിലാണോ വയനാട്ടിൽ ഒരാവശ്യമുള്ളത് അപ്പോഴൊക്കെ അദ്ദേഹം എത്തിയിട്ടുണ്ട്. അതല്ലാതെ തന്നെ ഓരോ വർഷവും പലതവണ പല നിയോജകമണ്ഡലങ്ങളും പല പരിപാടികളും നിരന്തരമായി പങ്കെടുക്കുന്നു. ഞാൻ മുമ്പ് സൂചിപ്പിച്ചാണ്, തിരുവനന്തപുരത്തുള്ള നേതാക്കൾ എത്തുന്നതിന് മുമ്പ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് വയനാട്ടിലേക്ക് എത്തുന്ന എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അത് വെറും ഒരു പ്രചരണമാണ് എന്നുള്ളത് വയനാട്ടിലെ ജനങ്ങൾക്കറിയാം. അത്രയധികം തവണ അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടുത്തെ പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് അദ്ദേഹം. ഒറ്റ കാര്യം കൂടി, സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ ഇന്നലെ പറഞ്ഞത് SDPയുടെ പിന്തുണയിൽ രാഹുൽ ഗാന്ധി മറുപടി പറഞ്ഞതാണ്. ഈ SDPയുടെ പിന്തുണ ശരിക്കും UDFന് ഒരു ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയാകുന്ന ആശങ്കയുണ്ട് ആർക്കെങ്കിലും? രാഹുൽ ഗാന്ധി അതിനൊക്കെ മറുപടി പറയണമെന്ന് പറയുന്ന സുരേന്ദ്രന്റെ ചോദ്യത്തിന് യാതൊരു മറുപടിയുമില്ല. തെരഞ്ഞെടുപ്പാകുമ്പോൾ പലരും പിന്തുണ പ്രഖ്യാപിക്കും. ആ രീതിയിലാണ് SDPയും പിന്തുണ പ്രഖ്യാപിച്ച് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോൺഗ്രസ് നേതൃത്വം അവരുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടുകയോ മറ്റു കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അവർ സ്വയം പ്രഖ്യാപിച്ചൊരു പിന്തുണയാണ്. കോൺഗ്രസ് ആവശ്യപ്പെട്ടുള്ള പിന്തുണയല്ല. കോൺഗ്രസിന്റെ ഇന്നലെ ഞാൻ പത്രത്തിൽ വായിച്ചു, കോൺഗ്രസിന്റെ ചില നിലപാടുകൾ, ജാതി സെൻസസുമായി ബന്ധപ്പെട്ട നിലപാടുകൾ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്, അതുകൊണ്ടാണ് പിന്തുണച്ചതെന്ന് പറഞ്ഞു. ഞങ്ങളാരും പിന്തുണ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല. എന്താണെങ്കിലും ഇനിയിപ്പോ മണിക്കൂറുകൾ മാത്രം കാത്തിരിക്കുന്ന രാഹുലിന്റെ ഒരു വരവിനായിട്ട് എല്ലാവർക്കും നിങ്ങൾ അവസാന ഘട്ടത്തിലായി. നമുക്ക് 10 മണിയോടെ അല്ലേ അവസാന സമയക്രമം എങ്ങനെയാണെന്ന്? 11 മണിയോടുകൂടി അദ്ദേഹം എത്തിച്ചേരും. 11 മണിക്ക് തന്നെ അദ്ദേഹം
പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് എത്തിച്ചേരും. അവിടെ നിന്ന് റോഡ് ഷോ ആയിട്ടാണ് ഇവിടെ ചന്ദ്രഗിരി ഓഡിറ്റോറിയം ഉണ്ട്, അതുവരെ അദ്ദേഹം വരും. റോഡ് ഷോയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അവിടെ വെച്ച് അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്യും. അതിനുശേഷം അദ്ദേഹം നേരിട്ട് കളക്ടറേറ്റിൽ വന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ആ രീതിയിലാണ് ഇന്ന് കേൾക്കാനൊരു അവസരം ഉണ്ടായിരിക്കും ഉറപ്പ് അല്ലേ? തീർച്ചയായിട്ടും അദ്ദേഹം സംസാരിക്കും. അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിന് മുമ്പ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് എന്താണോ പറയാനുള്ളത് എന്ന് അദ്ദേഹം പറയും. അതിനുശേഷമായിരിക്കും അദ്ദേഹം കളക്ടറേറ്റിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോവുക. വളരെ നന്ദി. എല്ലാം വളരെ വ്യക്തമാണ്. രാഹുൽ ഗാന്ധി ജനങ്ങളെ അഭിസംബോധന ചെയ്യും, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അദ്ദേഹം ചന്ദ്രഗിരി ആ ഓഡിറ്റോറിയത്തിന് മുന്നിൽ വെച്ച് റോഡ് ഷോയ്ക്കിടെ ജനങ്ങളെ അഭിസംബോധന ചെയ്യും. അതിനുശേഷമാണ് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോവുക. എന്നാണെങ്കിലും ഒരുക്കങ്ങളൊക്കെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. വയനാട് രാഹുലിനെ കാത്തിരിക്കുന്നു. വലിയ ആവേശത്തോടെ തന്നെ അദ്ദേഹത്തിന്റെ റോഡ് ഷോയ്ക്കായി കാത്തിരിക്കുന്നു. എൽദോ, അതാണ് പ്രധാനപ്പെട്ട കാര്യം. അനുമോദ് സൂചിപ്പിച്ചതുപോലെ ഇന്ന് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ, നാമനിർദ്ദേശ പത്രിക സമർപ്പണമൊക്കെയുണ്ട്. ഇതിനിടയിൽ രാഹുൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയും ചെയ്യും. രാഹുൽ ജനങ്ങളോട് പ്രവർത്തകരോട് സംവദിക്കുമോ അല്ലെങ്കിൽ അവർക്ക് മുന്നിൽ എത്തുമോ എന്നുള്ളത് ഇപ്പോഴും ഒരു കൺഫർമേഷൻ ഉണ്ടായിരുന്നില്ല. എന്നാലും അക്കാര്യത്തിൽ ഇപ്പോൾ ഒരു സ്ഥിരീകരണം രാഹുൽ സംസാരിക്കുമെന്നതാണ്. എന്നാലും മോർണിംഗ് വൈബ്സിൽ നമ്മൾ വീണ്ടും ചേരും. നമ്മൾ കൊച്ചിയിലാണുള്ളത്. കൊച്ചി കല്ലൂർ ഭാഗത്താണുള്ളത്, സ്റ്റേഡിയത്തിന്റെ പരിസരത്ത്. ഞാൻ തുടങ്ങി വെച്ചപ്പോൾ നമ്മൾ KJ ഷൈൻ ടീച്ചർ LDF സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. ഇങ്ങനെ പ്രചാരണവുമായി ഓടി തിരക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓടി എത്താനുള്ള ശ്രമത്തിലാണ് നമ്മളും. എന്തെല്ലാം ആ കാഴ്ചകളിലേക്ക് വർത്തമാനത്തിലേക്കൊക്കെ എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും സ്വാഗതം മോർണിംഗ് വൈബ്സിലേക്ക്. മോർണിംഗ് വൈബ്സ് രാവിലെ തെരഞ്ഞെടുപ്പ് ചൂടിന്റെയും വർത്തമാനങ്ങളിലേക്കൊക്കെയാണ് വന്നത്. എന്നാലും കൊച്ചി രാവിലെ സജീവമാണ്. തിരക്ക് പിടിച്ച് ആളുകളെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു നഗരമാണല്ലോ കൊച്ചി. അപ്പോൾ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കിടയിലൂടെ നമ്മൾ ഇങ്ങനെ മോർണിംഗ് വൈബ്സുമായി ചേരുകയാണ്. ഇതിനിടയിൽ ഈ സ്റ്റേഡിയത്തിൽ നിന്ന് ഈ IMA റോഡുണ്ട്. ഇവിടെ വഴിയരികിലേക്ക് ഒരുപാട് കച്ചവടങ്ങളും രാവിലെ സജീവമായിട്ട്. ഞാനിവിടെ ഒരു ഡയബറ്റിക്സ് ഉള്ളവർക്ക് മദ്യവിരോളം കഴിക്കാനാകുന്ന രുചികരമായ ആഹാരം എന്നുള്ള ബോർഡ് കണ്ടിട്ട് വന്നാണ്. ചേട്ടാ പേരെന്താ? എന്റെ പേര് നോബിൾ. ഇതെന്താ സംഭവം? ഇത് ഷുഗർ ഫ്രീ ഫുഡാണ്. നമുക്ക് റിച്ച് ഫൈബർ, ലോ കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ഫുഡാണ്. ഇത് കഴിച്ചാൽ നിങ്ങൾക്ക് ഷുഗർ ഇൻക്രീസിങ് കുറയും. നമ്മള് ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞ ഫുഡാണ്. ഞാൻ 32 വർഷമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫുഡാണ്. ഇതിന്റെ ഗുണം മനസ്സിലാക്കി മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഇറക്കുകയാണ്. 32 വർഷം മുമ്പ് അപ്പൊ ഷുഗർ പിടിച്ചായിരുന്നോ? ഞാൻ ഇന്ന് 77 വയസ്സുള്ള ആളാണ്. ഡെയിലി കഴിക്കുന്നതാണോ? ഡെയിലി കഴിക്കുന്നതാണ്. 3 നേരം ഇതാണ്. മടുക്കൂലേ? ഇല്ല, ഞാൻ ഹെൽത്തിയാണ്. കാരണം ഇത്രയും ആരോഗ്യ സംരക്ഷണം. ഈ ചുറുചുറുക്കിന്റെ രഹസ്യം ഇതാണ്, സ്വന്തം ഫുഡ്. നമ്മള് ഷുഗറാണ് എല്ലാ അസുഖങ്ങളെയും സൃഷ്ടിക്കുന്നത്. BP ഉണ്ടാക്കും, കൊളസ്ട്രോൾ ഉണ്ടാക്കും, ഇതെല്ലാം ഷുഗറിൽ നിന്നാണ് വരുന്നത്. ബ്ലോക്ക് ഉണ്ടാക്കും. നമ്മൾ ഷുഗറിനെ നിയന്ത്രിച്ചാൽ നമുക്ക് അസുഖങ്ങളില്ല ആണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മുടെ ജോയിന്റുകളൊക്കെ തിരുമ്മി കറക്റ്റ് ചെയ്താൽ നമ്മൾ ഹെൽത്തി ബ്ലഡിനെ നമ്മൾ എല്ലാ ഭാഗത്തേക്ക് തിരുമ്മി എത്തിക്കുക. ഇപ്പൊ ചാടാൻ റെഡിയാണ്. ചാടാനാ എത്ര അയ്യോ വേണ്ട. ഡ്രൈവ് ചെയ്യും, വണ്ടിയൊക്കെ ഓടിക്കുന്നത് ഞാനാണ്. ഡ്രൈവ് ചെയ്യും. കുറെ നാളെന്റെ വണ്ടി ബസ്സൊക്കെ വരുന്നത് ചരിഞ്ഞായെന്ന് കണ്ടിട്ടുണ്ട്. അത് തിരക്ക് കൂടുമ്പോ ബസ് ചെരിഞ്ഞു തന്നെ ആയിരിക്കും. അല്ല, എന്റെ വിഷൻ അങ്ങനെ ഒരു സ്കൂട്ടർ 2 സ്കൂട്ടർ കാണുന്നു. ആ വിഷനൊക്കെ മാറി. നമ്മള് ഇതില് റൈസ് ബ്രാൻഡ് ആഡ് ചെയ്തിട്ടുണ്ട്. റൈസ് അരിത്തവിടിൽ B12, B6 ഇങ്ങനെയുള്ള തയാമിൻ എല്ലാ ന്യൂട്രീഷ്യൻസും കിട്ടും. പിന്നെ ഷുഗറിനെ കുറച്ചാൽ മാത്രമേ നമുക്ക് ന്യൂട്രീഷ്യസ് വാല്യൂ നമ്മുടെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ന്യൂട്രീഷ്യസ് വാല്യൂ കിട്ടൂല. നമ്മൾ എന്ത് ന്യൂട്രീഷ്യൻ ഉലുവ, റാഗി, കോൺ, ചെറുപയർ, യവം കഴിക്കാൻ പറ്റുന്ന എല്ലാ സംഭവം ഉണ്ടല്ലേ? ഇതെന്താ ഗാർലിക്, കാന്താരി, ചില്ലിയോ? കൊല്ലം കൊണ്ട് കൊളസ്ട്രോൾ വിതിൻ 1 മന്ത് കൊളസ്ട്രോൾ ഡൗൺ ആവും. ഡൗൺ ആയാലേ കാശ് റിട്ടേൺ ചെയ്യാൻ റെഡിയാണ്. ഉറപ്പാണോ? അപ്പൊ കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർ ഈ സ്റ്റേഡിയത്തിന്റെ എല്ലാ ദിവസവും ഇവിടെ ഉണ്ടോ? ഇവിടെ എല്ലാ ദിവസവും ഇടയ്ക്കിടയ്ക്ക് വന്നു. അപ്പൊ സ്റ്റേഡിയത്തിൽ നിന്ന് പുറത്തേക്ക് സ്റ്റേഡിയമാണ് കാണുന്നത്. സ്റ്റേഡിയത്തിന് അവിടുന്ന് പുറത്തേക്കുള്ള ഈ വഴിയാണ് IMA റോഡ്. ഇവിടെ വന്ന ചേട്ടൻ പേര് പറഞ്ഞത് നോബിൾ. നോബിളിന്റെ കാണാതെ ഇത് വാങ്ങാവൂ. ഇനി എങ്ങാനും കുറഞ്ഞില്ലെങ്കിൽ പൈസ റിട്ടേൺ ആണ്. ഉറപ്പാണല്ലോ? ഗ്യാരണ്ടി. വേറെ എന്തൊക്കെയായിരുന്നു പരിപാടി? ഇത് തന്നെയായിരുന്നു നേരത്തോട്ട്? ഇല്ല, ഞാൻ ഒരു ബിഗ് ഇൻഡസ്ട്രി നടത്തിയിരുന്ന ആളാണ് പനമ്പള്ളിയാറിൽ. 29 വർഷം ഇൻഡസ്ട്രി നടത്തി. കൊച്ചിൻ ഷിപ്പ്യാർഡ് 4 കപ്പലിന്റെ മേജർ വർക്ക് ചെയ്തിട്ടുണ്ട്. സൗണ്ട് പൊല്യൂഷൻ കൊണ്ട് എന്റെ പവർ ലൈൻ കട്ട് ചെയ്ത് പോയി. 97 പവർ പ്രോബ്ലത്തിൽ പവർ കട്ട് ചെയ്തു. ഞാനൊരു ജനറേറ്റർ എടുത്ത് വെച്ചു. അതിനെ ബേസ് ചെയ്ത് കൊച്ചിൻ കോർപ്പറേഷൻ സ്ഥിരം ഡെയിലി നോട്ടീസ് തരിക, അടച്ചുപൂട്ടാണ്ടിരിക്കാതെ. ജനറേറ്റർ ഞാൻ തന്നെ ക്ലോസ് ചെയ്ത്. എനിക്കത് മുതലാകുന്നില്ല.
അടച്ചുവിട്ടാണ്ടിരിക്കുക, കാരണം ബോധിപ്പിക്കുക. നോട്ടീസ് തന്നു 3 കൊല്ലം അങ്ങനെ തള്ളിക്കൊണ്ട് ലൈസൻസ് പുതുക്കി തന്നില്ല, സ്റ്റോപ്പായി. അന്ന് ഞാൻ എന്റെ പനമ്പിള്ളയാറിന്റെ സ്ഥലം 2 ലക്ഷം രൂപയായിട്ട് പനമ്പിള്ളയാറിലെ സ്ഥലം വിറ്റിട്ട് പോയി. കാരണം പ്രതിസന്ധി എനിക്ക് അവിടെ ഇത് കൊടുക്കാണ്ട് ബാങ്ക് പ്രോബ്ലങ്ങളുണ്ട് എല്ലാം. അപ്പൊ അങ്ങനെ കൊടുക്കേണ്ടി വന്നു. ഇന്ന് ഞാൻ അവിടെ ചോദിച്ചിട്ട് 1 കോടി കുറഞ്ഞ 1 സെന്റ് സ്ഥലം കിട്ടൂല. ഇപ്പൊ അന്ന് കൊടുത്ത് 2 ലക്ഷം രൂപയ്ക്ക്, അന്ന് 6 ലക്ഷം രൂപ വില പറഞ്ഞിരുന്നു. പ്രോബ്ലം വന്നപ്പോ ആരും മേടിക്കാനില്ല. വീട്ടിലാരൊക്കെയുണ്ട്? ഞാനും വൈഫും മാത്രമേ ഉള്ളൂ. ഇപ്പൊ മക്കളൊക്കെ ഒരാള് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ അയാള് റിസർച്ച് ചെയ്തു. അയാൾ കാർ ബാറ്ററീസ് റിസർച്ചിലാണ്. അയാൾ നല്ലൊരു സയന്റിസ്റ്റ് ആയിട്ട് വളർന്നു വരും. അടിപൊളി. പിന്നെ മൂത്ത ആള് ഷാർജയിലാണ്. അപ്പൊ എന്തായാലും ചേട്ടാ നടക്കട്ടെ, ഉഷാറാവട്ടെ, ഗംഭീരം കേട്ടോ. അപ്പൊ എന്തായാലും രാവിലെ ഈ ഒരുപാട് ഇതുപോലത്തെ കുറെ കാഴ്ചകൾ കാണാം. ഈ രാവിലെ ഇത്രമാത്രം രാവിലേക്ക് ഇങ്ങനെ സജീവമാണോ എന്നൊക്കെ ഒന്ന് അത്ഭുതപ്പെട്ടു പോയിട്ടു. അവിടെ കാണാം അതെ പച്ചക്കറി, നല്ല ഫ്രഷ് പച്ചക്കറി കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ഫ്രഷ് പച്ചക്കറി ഒക്കെ കാണുന്നുണ്ട് അവിടെ. അപ്പൊ അതൊക്കെ വാങ്ങാനായിട്ട് ഒരുപാട് പേര് രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. സ്ഥിരമായിട്ട് വരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. അപ്പൊ ഓക്കെ, ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളുടെ വിശേഷങ്ങൾ. എന്തായാലും നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക്, ഒരു റിപ്പോർട്ടിലേക്ക് പോകാൻ തോന്നുന്നു. അതായത് ഒരു ഡോക്ടറുടെ കഥയാണ്. യാതൊര സേവനം അത് പ്രൊഫഷനാണ്, പക്ഷേ സംഗീതം അത് പാഷനാണ്. ആരാണ്? കണ്ണൂർ സ്വദേശിയാണ് ഡോക്ടർ സുരേഷ് നമ്പ്യാരും. 73 വയസ്സുണ്ട്. പക്ഷേ ദേശീയ ശ്രദ്ധ നേടിയ ഒരു ഗായകരാണ് അദ്ദേഹം, ഡോക്ടറാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വർത്തമാനം, അദ്ദേഹത്തിന്റെ ഐഷൈൻ സിംഗിംഗ് മത്സരത്തിലേക്ക് ക്ഷണം. വേദിയെ അത്ഭുതപ്പെടുത്തിയുള്ള ഡോക്ടറുടെ മനോഹര ആലാപനം ആസ്വാദക ഹൃദയങ്ങൾ കവർന്നു. സിംഗർ ഷാനിനൊപ്പമുള്ള പ്രകടനം റാഫി ഗാനങ്ങളുടെ ആരാധകരെ അമ്പരപ്പിച്ചു. जवानी आए मस्त मस्त बिन पिए जला के चल रही है राह में दिए न जाने इनमें किसके वास्ते हूँ मैं न जाने इनमें कौन है मेरे लिए जवानी आए मस्त मस्त बिन पिए जलाते चल रही है राह में दिए न जाने इनमें किसके वास्ते हूँ मैं न जाने इनमें कौन है मेरे लिए मेरे लिए मेरे लिए. And the competition was held the next day, that was on the 1st of June if I remember correctly, at a music studio in Andheri, Bombay, where Shan was the only judge. He was the sole judge. So there were the 10 contestants and Mr. Shan. And അദ്ദേഹത്തിന് മുന്നേ പാടി. നെക്സ്റ്റ് ഡേ എനിക്ക് പ്രൈസ് ഡിസ്ട്രിബ്യൂഷനിൽ ഐ വാസ് ഡിക്ലൈർഡ് ആസ് ദ വിന്നർ. അത്രയേ ഉള്ളൂ. അതാണ് മെയിൻ സംഭവിച്ചത്. ഇല്ല, ഐ എം നോട്ട് എ ട്രെയിൻ സിംഗർ. ഇദ്ദേഹത്തിൻ്റെ തന്നെ മുഹമ്മദ് റഫി സാഹിബിൻ്റെ, റഫി സാറിൻ്റെ പാട്ടാണ് ചെറുപ്പം മുതലേ എനിക്ക് എന്നെ ഇഷ്ടം. ഓ യെസ്, ഷുവർ, നോ ഡൗട്ട്. ഓഫ് കോഴ്സ് വേറെ തലത് മെഹമ്മൂദൊക്കെ എനിക്കിഷ്ടമാണ്. തലത് മെഹമ്മൂദ്, കിഷോർ കുമാർ, നോ വണ്ടർ, എ ഗ്രേറ്റ് സിംഗർ. പിന്നെ ഞാൻ പാടാൻ തുടങ്ങിയത് മെഡിക്കൽ കോളേജ് അല്ല, ഇവിടെ ഞാൻ 12th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ പാടാൻ തുടങ്ങിയിരുന്നു. പിന്നെ മെഡിക്കൽ കോളേജിൽ വെച്ചാണ് ഞാൻ സ്റ്റേജിൽ അധികം പ്രസൻറ്റ് ചെയ്തത്. മെഡിക്കൽ കോളേജ് കഴിഞ്ഞ് പിന്നെ വെൻറ്റ് ബോംബെ. ബോംബെയിൽ 2 വർഷം ജനിച്ചത് വളർന്നൊക്കെ ബോംബെയിലായിരുന്നു. അപ്പോൾ 2 വർഷം ബോംബെയിൽ വർക്ക് ചെയ്തു. ദെൻ ഐ വെൻറ്റ് ടു UAE. അപ്പോൾ എൻ്റെ മുട്ടുമുക്കാൽ എൻ്റെ പ്രാക്ടീസ് മുഴുവൻ UAE തന്നെയായിരുന്നു. 42 വർഷം UAEയിലായിരുന്നു. I came back in 2020 ഒക്ടോബറിൽ തിരിച്ചു വന്നു. അങ്ങനെയൊക്കെയാണ് സ്ഥിതിഗതികൾ. ഇപ്പോൾ ചില ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളത് കാരണം ഐ ഹാവ് റിട്ടയർഡ്. ഐ ആം നോട്ട് പ്രാക്ടീസിങ് നൗ. യാ, ഹാപ്പി അറ്റ് ഹോം വിത്ത് മൈ വൈഫ്. सभी हंसी सभी जवान कहाँ पे दिल को हारिए. 2 വർഷം മുൻപാണ് ദുബായ് ജീവിതം മതിയാക്കി ഡോക്ടർ സുരേഷ് നമ്പ്യാരും ഭാര്യയും നാട്ടിലെത്തിയത്. കണ്ണൂരിലെ പള്ളിക്കുന്നിൽ ഇപ്പോൾ റാഫിയുടെ ഗാനങ്ങൾക്കൊപ്പം വിശ്രമ ജീവിതം. किसे किसे पुकारिए जवानी आए मस्त मस्त दिन पिए जलाते चल रही है राह में दिए न जाने इनमें किसके वास्ते हूँ मैं न जाने इनमें कौन है मेरे. തുമേഷ് മൊറാനയ്ക്കൊപ്പം രഞ്ജിത്ത് രാമേന്ദ്രൻ, ന്യൂസ് 18. मेरे लिए मेरे लिए मेरे लिए.
അപ്പൊ മനോഹരമായിട്ടുള്ള റാഫി ഗാനങ്ങളുമായി ശ്രദ്ധേയനാണ് ആ ഡോക്ടർ. അപ്പൊ ഡോക്ടറുടെ വിശേഷങ്ങൾ കണ്ടു. ഞാൻ എന്തായാലും കൊച്ചിയിലാണുള്ളത്. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന്റെ റിംഗ് റോഡിന് സമീപത്ത് പുറത്തേക്കുള്ള വഴിയിലാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരുപാട് പച്ചക്കറി ഫ്രഷ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. കണ്ടോ, നല്ല ചീരയുടെ ഒക്കെ ഒരു ഫ്രഷ്നെസ് നമുക്ക് കിട്ടുന്നുണ്ട്. ചേട്ടാ, ഫ്രഷ് ആണല്ലോ എല്ലാം? ഇത് രാവിലെ വറുത്തതാന്ന് തോന്നുന്നു. ആ, ഇവിടുത്തെ പ്രത്യേകത കണ്ടത് അധികം പച്ചക്കറി ഒന്നുമില്ല. അതെ, ഒരു കുറച്ച് ക്യാരറ്റ്, ഒരു കുമ്പളങ്ങ, 2 പടവലങ്ങ, 3 പാവക്ക, ഒരു കിലോ കഷ്ടി പയറ്. കച്ചവടം തീരെ കുറവാണ്. സാധാരണക്കാരിൽ കാശില്ല. കാശുള്ളവനാണ് ഇറക്കണില്ല. അതിന്റെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് ഇപ്പൊ കഷ്ടപ്പെട്ട് ഞങ്ങൾ ഇടങ്ങാറാവുന്നത്. ഒരു പാവപ്പെട്ടവർക്ക് ഒരു തൊഴിലും ഒരു ഇടപാടും ജോലി പണി ഉണ്ടെങ്കിലല്ലേ ഞങ്ങൾക്ക് 10 കിട്ടും. അത് കിട്ടണില്ല. ഞങ്ങൾ അത്ര കഷ്ടപ്പാടിൽ ഇപ്പൊ നിൽക്കണം. ഇവിടെ എത്ര മണി കച്ചവടം? ഞങ്ങളൊരു 10 മണി രൂപ. രാവിലെ 10 മണി ഉള്ളൂ. രാവിലെ 6 മണിക്ക് തുറക്കും. ഈ രാവിലെ നടക്കാൻ വരുന്നവര് ലക്ഷ്യം അത്രേ ഉള്ളൂ. അവര് നല്ല പച്ചക്കറി നോക്കി വരുന്നോണ്ട് അവര് വാങ്ങിച്ചോണ്ട് പോകും. ഓക്കെ. അപ്പൊ 10 മണി കഴിഞ്ഞ് എന്ത് ചെയ്യും? 10 മണി കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ കണ്ട് വേറെ എന്തെങ്കിലും ഇടപാട് പോകും. അല്ലാണ്ട് രക്ഷയില്ല. വേറെ ഇത് തന്നെ പരിപാടി. ചീര കൃഷി ഉണ്ടോ? വേറെ സ്ഥലത്തുണ്ട്. വേറെ സ്ഥലത്ത് ചെയ്യും. വിൽക്കലാണോ? ആ, ചീര വിൽക്കാൻ പോകും അല്ലേ? ഓക്കെ. ചേട്ടന്റെ പേര്? സുനി. സുനിച്ചേട്ടന്റെ വീട് കല്ലൂർ തന്നെയാണോ? ഇല്ല, ആലുവ. ആലുവയിൽ നിന്ന് ഇവിടെ വരുമോ രാവിലെ? ആലുവയിൽ ഒരു 10 കിലോമീറ്റർ. 10 കിലോമീറ്റർ. ശ്രീമൂല നഗരത്തു നിന്നാണ് വരുന്നത് അല്ലേ? ഓക്കെ. ശരി. അപ്പൊ ഇതുപോലെ ഇത് കണ്ടോ, ഈ ഫ്രഷ് ചീരയാണ്. അതുപോലെ തന്നെ ഇത്രയും നമ്മൾ കടകളൊക്കെ കാണുന്നുണ്ട്. ചേച്ചി, രാവിലെ എങ്ങനെ പിന്നെ എങ്ങനെ ഇവിടെ നിന്ന് വാങ്ങാറുണ്ടോ? ഇവിടെ വാങ്ങാറുണ്ട് ഇടയ്ക്ക്. ഞാൻ സ്ഥാനാർത്ഥിയോടെ കണ്ടിരുന്നു. സ്ഥാനാർത്ഥിയെ പറഞ്ഞു വിട്ടിട്ട് ഷോപ്പിങ്ങിന് ഇറങ്ങിയ കുറച്ച് പച്ചക്കറി വാങ്ങിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. ഫ്രഷാണ്. ഞാനൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്തു. ഞാൻ ചോദിക്കുകയായിരുന്നു എവിടെ നിന്നാണ് ഈ രാവിലെ തന്നെ ഫ്രഷ് പച്ചക്കറി വാങ്ങാറുണ്ട്. ഇതിലെ വരുമ്പോ നല്ല പച്ചക്കറിയാണല്ലേ? അപ്പൊ ഓക്കെ, നോക്കി വെച്ചോ. സ്റ്റേഡിയത്തിന്റെ ബാക്കിലാണ് ഫ്രഷ് പച്ചക്കറി കിട്ടും. സ്റ്റേഡിയം ലിങ്ക് റോഡ് അല്ലേ? ചേട്ടന്റെ പേര്? ജലീൽ. ജലീലേട്ടാ, എന്താ ഈ ഫ്രഷ് പച്ചക്കറി ഇതൊക്കെ എവിടെ നിന്നാണ് രാവിലെ ഒപ്പിക്കുന്നത്? രാവിലെ വെച്ചാൽ നമ്മളിപ്പോ ചീരയൊക്കെ അവിടെ ആലു ഉള്ളിയുണ്ട്, ഒരു ചീരത്തോടുണ്ട്. അവിടെ എന്ന് വെച്ചാൽ അവര് 4 മണിക്ക് മറ്റേ നമ്മുടെ റബ്ബർ ടാപ്പിങ്ങിന്റെ അവര് വെക്കുന്ന ലൈറ്റ് ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് പറിക്കണത്. അപ്പൊ ഇത് 4 മണി 4:30 ആകുമ്പോൾ അവർ പറിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയി ഒരു 5 മണിയാകുമ്പോൾ പോയി കളക്ട് ചെയ്യും. ഇവിടെ ഒരു 6 മണിയാകുമ്പോൾ വരും. ഒരു 9 മണി 10 മണി വരെ ഉള്ളൂ ഇവിടെ നമുക്ക് സെയിൽ ചെയ്യാനുള്ള ടൈം. അതിനുള്ളിൽ തന്നെ ഇതെല്ലാം തന്നെ സെയിൽ ആയി പോയിട്ടുണ്ട്. 10 മണി കഴിഞ്ഞാൽ ഇവിടുന്ന് സ്ഥലം കല്ലേക്ക് വിടും. ഇവിടെ ഫുള്ള് കാലിയാവും. 9 മണി നമുക്ക് ഓൾമോസ്റ്റ് എല്ലാവരും വന്ന് തീർന്നിട്ടുണ്ടാവും. പിന്നെ നമ്മളന്ന് ഒരുപാട് സാധനങ്ങളൊന്നും സ്റ്റോക്ക് ചെയ്യില്ല. ഇപ്പൊ ഈ തക്കാളി ഇതൊക്കെ നല്ല ഫ്രഷ് സാധനങ്ങൾ മാത്രമേ നമുക്ക് വിൽക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാല് നാളെ ആവുമ്പോഴേക്കും ഇത് ഫ്രഷ്നെസ് ഒക്കെ പോകണം. അപ്പൊ ഇന്ന് തന്നെ ഇത് തീരും. ഇനിയിപ്പോ 2 മണിക്കൂർ സമയം കൊണ്ടൊക്കെ ഇത് ഓൾറെഡി പോകും. പിന്നെ അത്യാവശ്യം ബാലൻസ് നമ്മുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്ത് അങ്ങനെ എടുക്കാറ് പതിവ്. എല്ലാം ഈ പറയുന്ന ഈ കുക്കുംബറും എല്ലാം എല്ലാ സാധനം ഇതില്. പിന്നെ കുറവാണ് വരവ് സാധനങ്ങൾ എന്ന് വെച്ചാൽ നമ്മളിപ്പോ നാടൻ മാത്രം വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് മറ്റതും വേണമല്ലോ. ഞാനിപ്പോ എനിക്ക് ഇവിടെ കൃഷിയുണ്ട്, കുറച്ച് ചെറുതായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് അടുത്തലാന്നുള്ള സ്ഥലത്ത്. അപ്പൊ എന്റെ സാധനങ്ങൾ ഉണ്ടാവും, അതിന്റെ കൂടെ തന്നെ ബാക്കിയുള്ള സാധനങ്ങൾ കുറച്ചുണ്ടാവും. ഇപ്പൊ ഈ കൊടപ്പൻ പിണ്ടി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടുപുറങ്ങളിലെ ആൾക്കാർ വെറുതെ കളയുന്ന സാധനങ്ങൾ ഇപ്പൊ മേടൊക്കെ മേടിച്ചിട്ടുണ്ട്. ചിലപ്പോ എല്ലാ മലയാളികൾക്കും മനസ്സിലല്ലോ, വാഴക്കൂമ്പ്. അതെ കൊടപ്പൻ എന്ന് പറയാം. നമ്മളങ്ങനെ പറഞ്ഞു പറഞ്ഞ വാഴക്കൂമ്പ് എന്ന് പറയും. പിന്നെ പിണ്ടി, ബനാന ഫ്ലവർ അല്ലേ? ഏറ്റവും കൂടുതൽ നല്ല ഐറ്റംസ് ആണ്. മീൻസ് നമുക്കിപ്പോ മറ്റുള്ള ഭക്ഷണത്തിനെ അപേക്ഷിച്ച് ഇപ്പൊ കൊടപ്പനും പിണ്ടിയൊക്കെയാണ്. ഇപ്പൊ വൈറസ് സംബന്ധമായ അസുഖങ്ങൾക്ക് പിണ്ടി കഴിക്കാനൊക്കെ ഡോക്ടർമാർ നിർദ്ദേശിച്ചു. നമ്മൾ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന പൈസയൊക്കെ ഇങ്ങനെയുള്ള സാധനം മേടിച്ച് കഴിക്കാൻ ഞങ്ങളുടെ അസുഖങ്ങൾ നമുക്ക് ഒരുപാട് കുറയ്ക്കാം. അങ്ങനെ നാടൻ സാധനങ്ങൾ നമ്മൾ ആൾക്കാർ ഒന്നും നോക്കല്ല. മാക്സിമം നമ്മള് കുറച്ച് കൊടുക്കാവുന്ന റേറ്റിൽ തന്നെ കൊടുക്കും. നമ്മുടെ സാധനങ്ങളൊക്കെ തന്നെ അങ്ങനെ ഇന്ന വിലയൊന്നുമില്ല. നമ്മൾ പിന്നെ നമ്മളിപ്പോ ഓർഗാനിക് ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഓർഗാനിക് എന്ന് പറഞ്ഞിട്ട് വേറെ റേറ്റ്. നമ്മുടെ ഇവിടെ അങ്ങനെയൊന്നുമില്ല. നോർമൽ ആ ഒരു നാടൻ പച്ചക്കറിയുടെ റേറ്റിൽ തന്നെയാണ് ഓർഗാനിക് ആയിട്ടാണെങ്കിലും കൊടുക്കുന്നത്. ശരി. ഓക്കെ, താങ്ക് യു. അപ്പൊ എന്തായാലും നടക്കട്ടെ, ഗംഭീരാട്ടെ. അപ്പൊ എന്തായാലും ഈ ഇതുപോലത്തെ കാഴ്ചകൾ ഒരുപാടുണ്ട്. ഞാൻ ഒരു വാർത്തയിലേക്ക് കൂടി പോകേണ്ടത്, അതായത് ഈ അഞ്ചുതെങ്ങ് സ്വദേശികൾ തിരുവനന്തപുരത്ത് അവർ കുറെ പേര് റഷ്യ ഉക്രൈൻ അതിർത്തിയിൽ അവിടെ പെട്ടുപോയ സാഹചര്യമൊക്കെ നമ്മൾ ഒരുപാട് നാളെ ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ റിക്രൂട്ട്മെന്റ് ഏജന്റുമാരുടെ തട്ടിപ്പിനിരയായി റഷ്യയിലകപ്പെട്ട അതിലൊരാൾ 5 സ്വദേശി പ്രിൻസ് സെബാസ്റ്റ്യൻ മടങ്ങിയെത്തി എന്നുള്ളതാണ് സന്തോഷകരമായിട്ട് ഒരു വാർത്ത. സോഷ്യൽ മീഡിയയിലെ പരസ്യം കണ്ടാണ് ഏജന്റ് വഴി പ്രിൻസ് റഷ്യയിലേക്ക് എത്തിയത്. ഭാഷ അറിയാതെ, അതാണ് പറ്റിപ്പോയത്. ചില കരാറുകളിൽ ഒപ്പുവെച്ച പ്രിൻസിനെ റഷ്യൻ ആർമിയുടെ ക്യാമ്പുകളിലേക്ക് അയക്കുകയായിരുന്നു എന്നുള്ളതാണ് സംഭവം. അപ്പൊ എന്തായാലും പ്രിൻസ് സെബാസ്റ്റ്യൻ മടങ്ങിയെത്തി എന്നുള്ള ശുഭകരമായിട്ടുള്ള കാര്യം. ഇനിയും മടങ്ങിയെത്താനുള്ളവരും സുരക്ഷിതരായി എത്തട്ടെ എന്ന് നമുക്ക് ആശംസിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യാം.
അപ്പൊ എന്തായാലും മോർണിംഗ് വൈബ്സിലെ കാഴ്ചകൾ, വർത്തമാനങ്ങൾ, വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇത്ര നേരം കണ്ടത്. രാവിലെ നമ്മൾ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്തു. പാട്ടുപാടുന്ന LDF സ്ഥാനാർത്ഥി ഉണ്ട് കേരളത്തില്. അപ്പോ നമുക്കറിയാം രമ്യ ഹരിദാസിന്റെ പാട്ടും വോട്ട് പ്രചാരണമൊക്കെ അറിയാം. അതിനപ്പുറം വേറൊരു പാട്ടുകാരി കൂടെ ഉണ്ട് എന്ന് മനസ്സിലായി. എന്തായാലും ഇതിനിടയിൽ ഫ്രാൻസിസ് ജോർജ് പാട്ടുപാടിയിരുന്നു. ഇന്ന് എറണാകുളത്തെ LDF സ്ഥാനാർത്ഥി KJ ഷൈൻ ടീച്ചറാണ് ന്യൂസ് 18 ആദ്യമായിട്ട്, കൂടുതൽ പ്രവർത്തകർക്ക് പോലും അറിയണ്ടായിരുന്നില്ല ഈ ഷൈൻ ടീച്ചർ ഒരു പാട്ട് പാടുമെന്നൊക്കെ. അപ്പൊ അങ്ങനെ ഒരു പാട്ടൊക്കെ ആയിട്ട് നമ്മൾ ചേർന്ന് രാവിലെ മോർണിംഗ് വൈബ്സിൽ ഇതുപോലെ കാഴ്ചകൾ, വർത്തമാനങ്ങളും ഒക്കെ. നാളെ വീണ്ടും ചേരാം. മോർണിംഗ് വൈബ്സ് ഇവിടെ പൂർത്തിയാകുന്നു. ബൈ. മരിച്ച 3 പേരും വെൽ